ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഗമുഗാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.
കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 74-ാം അധ്യായം യുധിഷ്ഠിര രാജസൂയ യാഗം ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വായിക്കാം, എന്നിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ചതുസ്സപ്തതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏവം യുധിഷ്ഠിരോ രാജാ ജരാസന്ധവധം വിഭോः കൃഷ്ണസ്യ ചാനുഭാവം തം ശ്രുത്വാ പ്രീതസ്തമബ്രവീത്. യുധിഷ്ഠിര ഉവാച. യേസ്യുസ്ത്രൈലോക്യഗുരവഃ സർവേ ലോകമഹേശ്വരാः വഹന്തി ദുർലഭം ലബ്ധ്വാ ശിരസൈവാനുശാസനം. സ ഭവാൻ അരവിന്ദാക്ഷോ ദീനാനാമീശമാനിനാം ദത്തേനുശാസനം ഭൂമൻ തദത്യന്തവിഡംബനം. ന ഹ്യേകസ്യാദ്വിതീയസ്യ ബ്രഹ്മണഃ പരമാത്മനഃ കർമ്മഭിർവർദ്ധതേ തേജോ ഹ്രസതേ ച യഥാ രവേഃ. ന വൈ തേ അജിതഭക്താനാം മമാഹമിതി മാധവ ത്വം തവേതി ച നാനാധീഃ പശൂനാമിവ വൈകൃതാ. ശ്രീശുക ഉവാച. ഇത്യുക്ത്വാ യജ്ഞിയേ കാലേ വവ്രേ യുക്താൻ സഋത്വിജഃ കൃഷ്ണാനുമോദിതഃ പാർത്ഥോ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിനഃ. ദ്വൈപായനോ ഭരദ്വാജഃ സുമന്തുർഗൗതമോസിതഃ വസിഷ്ഠശ്ചവനഃ കണ്ണോ മൈത്രേയഃ കവശസ്ത്രിതഃ. വിശ്വാമിത്രോ വാമദേവഃ സുമതിർജൈമിനിക്രതുഃ പൈലഃ പരാശരോ ഗർഗോ വൈശമ്പായനേവ ച. അഥർവാ കശ്യപോ ധൗമ്യോ രാമോ ഭാർഗവ ആസുരിഃ. വീതിഹോത്രോ മധുച്ഛന്ദാ വീരസേനോ കൃതവ്രണഃ. ഉപഹൂതാസ്തദാ ചാന്യേ ദ്രോണഭീഷ്മകൃപാദയഃ. ധൃതരാഷ്ട്രഃ സഹ സുതോ വിദുരശ്ച മഹാമതിഃ. ബ്രാഹ്മണാ ക്ഷത്രിയാ വൈശ്യാഃ ശൂദ്രാ യജ്ഞദിദൃക്ഷവഃ. തത്രേയുഃ സർവരാജാനോ രാജ്ഞാം പ്രകൃതയോ നൃപ. തതസ്തേ ദേവയജനം ബ്രാഹ്മണാ സ്വർണലാംഗലൈഃ. ദൃഷ്ട്വാ തത്ര യഥാംനായം ദീക്ഷയാഞ്ജക്രിരേ നൃപം. ഹൈമാഃ കിലോപകരണാ വരുണസ്യ യഥാ പുരാ. ഇന്ദ്രാദയോ ലോകപാലാ വിരിഞ്ച ഭവസംയുതാഃ. സഗണാ സിദ്ധഗന്ധർവാഃ വിദ്യാധരമഹോരഗാഃ. മുനയോ യക്ഷരക്ഷാംസി ഖഗ കിന്നരചാരണാഃ. രാജാനശ്ച സമാഹൂതാ രാജപത്ന്യശ്ച സർവശഃ. രാജസൂയം സമീയുസ്മ രാജ്ഞഃ പാണ്ഡുസുതസ്യ വൈ. മേലിരേ കൃഷ്ണഭക്തസ്യ സൂപപന്നമവിസ്മിതാഃ. അയാചയൻ മഹാരാജം യാജകാദേവവർച്ചസഃ. രാജസൂയേന വിധിവത് പ്രാചേദസമിവാമരാഃ.
സൗത്യഹന്യവനീപാലോ യാജകാൻ സതസസ്പതീൻ അപൂജയൻ മഹാഭാഗാൻ യദാവൽ സുസമാഹിതഃ സദസ്യാഗ്ര്യാർഹണാർഹം വൈ വിമൃശന്തഃ സഭാസദഃ നാദ്യഗച്ഛൻ അനൈകാന്ത്യാ സഹദേവസ്തദബ്രവീത് അർഹതി ഹ്യച്യുതശ്രൈഷ്ഠ്യം ഭഗവാൻ സത്വതം പതിഃ ഏഷ വൈ ദേവതാഃ സർവാ ദേശകാലധനാദയഃ യദാത്മകമിദം വിശ്വം ക്രതവശ്ച യദാത്മകാഃ അഗ്നിരാഹുതയോ മന്ത്രാ സാഖ്യം യോഗശ്ച യത്പരഃ ഏക ഏവാദ്വിതീയോऽസൗ ഐതദാത്മ്യമിതം ജഗത് ആത്മനാത്മാശ്രയഃ സഭ്യാഃ സൃജത്യവതിഹന്ത്യജഃ വിവിധാനീഹ കർമാണി ജനയൻ യദപേക്ഷയാ ഈഹതേ യദയം സർവഃ ശ്രേയോ ധർമാദിലക്ഷണം തസ്മാത് കൃഷ്ണായ മഹതേ ദീയതാം പരമാർഹണം ഏവം ചേത് സർവഭൂതാനാം ആത്മനശ്ചാർഹണം ഭവേത് സർവഭൂതാത്മഭൂതായ കൃഷ്ണായ അനന്യദർശിനേ ദേയം ശാന്തായ പൂർണായ ദത്തസ്യാനന്ദ്യമിച്ഛതാം ഇത്യുക്ത്വാ സഹദേവോ ഭൂത്തൂഷ്ണീം കൃഷ്ണാനുഭാവവിത് തത്ശ്രുത്വാ തുഷ്ടുഃ സർവേ സാധു സാധ്വിതി സത്തമാഃ ശ്രുത്വാ ദ്വിജേരിതം രാജാ ജ്ഞാത്വാ ഹാർദം സഭാസദാം സമർഹയത് ഹൃഷീകേശം പ്രീതഃ പ്രണയവിഹ്വലഃ തത്പാദൗ അവനിജ്യാപഃ ശിരസാ ലോകപാവനീഃ സഭാര്യഃ സാനുജാമാത്യഃ സകുടുംബോവഹൻ മുദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ വാസോഭിഃ പീതകൗശേയൈർഭൂഷണൈശ്ച മഹാദനൈഃ അർഹയിത്വാശ്രുപൂർണാക്ഷോ നാശകത് സമവേക്ഷിതം ഇത്തം സഭാജിതം വീക്ഷ്യ സർവേ പ്രാഞ്ജലയോ ജനാഃ നമോ ജയേതി നേമുസ്തം നിപേതുഃ പുഷ്പവൃഷ്ടയഃ ഇത്തം നിശമ്യതമഘോഷസുതസ്വപീഡാദുത്തായ കൃഷ്ണഗുണവർണ്ണനജാതമന്യുഃ ഉക്ഷിപ്യ ബാഹുമിദമാഹ സദസ്യമർഷീ സംശ്രാവയൻ ഭഗവതേ പരുഷാണ്യഭീതഃ ഈശോ ദുരത്യയകാലഃ ഇതി സത്യവതീ ശ്രുതിഃ വൃദ്ധാനാമപി യദ്ബുദ്ധിഃ ബാലവാക്യൈർവിഭിദ്യത്തെ യൂയം പാത്രവിതാം ശ്രേഷ്ഠാഃ മാമന്ധ്വം ബാലഭാഷിതം സതസസ്പതയഃ സർവേ കൃഷ്ണോ യത്സമ്മതോർഹണേ തപോ വിദ്യാവ്രതതരാൻ ജ്ഞാനവിദ്വസ്തകൽമഷാൻ പരമർഷീൻ ബ്രഹ്മനിഷ്ഠാൻ ലോകപാലൈശ്ച പൂജിതാൻ സതസസ്പതീൻ അതിക്രമ്യ ഗോപാലകുലപാംസനഃ യഥാ കാഗഃ പുരോഡാശം സപര്യാം കഥമർഹതി വർണ്ണാശ്രമകുലാഭേദഃ സർവധർമ്മബഹിഷ്കൃതഃ സ്വൈരവർത്തി ഗുണൈർഹീനഃ സപര്യാം കഥമർഹതി യയാദിനൈഷാം ഹി കുലം ശബ്ദം സദ്ഭിർബഹിഷ്കൃതം വൃഥാപാനരതം ശശ്വത സപര്യാം കഥമർഹതി ബ്രഹ്മർഷി സേവിതാൻ ദേശാൻ ഹിത്വൈതേ അബ്രഹ്മവർച്ചസം സമുദ്രം ദുർഗമാശ്രിത്യ ബാധന്തേ ദസ്യ വഃ പ്രജാഃ ഏവമാദീന്യഭദ്രാണി ബഭാഷേ നഷ്ടമംഗളഃ നോവാച കിഞ്ചിത് ഭഗവാൻ യഥാ സിംഹഃ ശിവാരുതം ഭഗവന്നിന്ദനം ശ്രുത്വാ ദുസ്സഹം തത്സഭാസദഃ കർണൗ പിധായ നിർജഗ്മുഃ ശപന്തശ്ചേദിവം വൃഷാ നിന്ദാം ഭഗവതഃ ശൃണ്വൻ തൽപരസ്യ ജനസ്യ വാ തതോ നാപൈതി യസ്സോപി യാത്യതഃ സുകൃതാച്യുതഃ തതഃ പാണ്ഡുസുതാ ക്രുദ്ധാ മത്സ്യകൈകയ സൃഞ്ജയാഃ ഉദായുധാ സമുത്തസ്ഥുഃ ശിശുപാലജിഗാംസവഃ
തതശ്ചൈദ്യസ്ത്വസംഭ്രാന്തോ ജഗൃഹേ ഖഡ്ഗചർമ്മണി ഭത്സയൻ കൃഷ്ണപക്ഷീയാൻ രാജ്ഞഃ സദസി ഭാരത. താവദുത്ഥായ ഭഗവാൻ സ്വാൻ നിവാര്യ സ്വയം രുഷാ ശിരക്ഷുരാന്തചക്രേണ ജഹാരാപതതോ റിഭോഃ. ശബ്ദകോലാഹലോപ്യാസീത് ശിശുപാലേ ഹതേ മഹാൻ തസ്യാനുയായിനോ ഭൂപാ ദുദ്രുവുർജീവിതൈഷിണഃ. ചൈദ്യദേഹോത്തിദം ജ്യോതിഃ വാസുദേവമുപാവിശത് പശ്യതാം സർവഭൂതാനാം ഉൽക്കേവ ഭുവിഖാച്യുതാം. ജന്മത്രയാനുഗുണിത വൈരസംരബ്ധയാ ധിയാ ധ്യായൻ തന്മയതാം ജ്ഞാതോ ഭാവോ ഹി ഭവകാരണം. ഋത്വിഗ്ഭ്യഃ സസദസ്യേഭ്യോ ദക്ഷിണാം വിപുലാമദാത് സർവാൻ സംപൂജ്യ വിധിവത് ചക്രേ അവഭൃതമേകരാട്. സാധയിത്വാ ക്രതും രാജ്ഞഃ കൃഷ്ണോ യോഗേശ്വരേശ്വരഃ ഉവാസകതി ചിന്മാസാൻ സുഹൃദ്ഭിരഭിയാജിതഃ. തതോനുജ്ഞാപ്യ രാജാനം അനിച്ഛന്തമഭീശ്വരഃ യയൗ സഭാര്യ സാമാത്യഃ സ്വപുരം ദേവകീസുതഃ. വർണ്ണിതം തദുപാഖ്യാനം മയാ തേ ബഹുവിസ്തരം വൈകുണ്ഠവാസിനോർജന്മ വിപ്രശാപാത് പുനഃ പുനഃ. രാജസൂയാവഭൃത്യേന സ്നാതോ രാജാ യുധിഷ്ഠിരഃ ബ്രഹ്മക്ഷത്രസഭാമധ്യേ ശുശുഭേ സുരരാടിവ. രാജ്ഞാ സഭാജിതാ സർവേ സുരമാനവഖേചരാഃ കൃഷ്ണം ക്രതും ച ശംസന്തഃ സ്വധാമാനി യയുർമുദാ. ദുര്യോധനം ഹൃദേ പാപം കലിം കുരുകുലാമയം യോ നസേഹേ ശ്രിയം സ്ഫീതാം ദൃഷ്ട്വാ പാണ്ഡുസുതസ്യ താം. യൈദം കീർത്തയേദ് വിഷ്ണോഃ കർമ്മ ചൈദ്യവദാധികം രാജമോക്ഷം വിതാനം ച സർവപാപൈ പ്രമുച്യത്തെ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശിശുപാലവധോ നാമ ചതുസ്സപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യുധിഷ്ഠിരൻ്റെ രാജസൂയ യാഗം. കഴിഞ്ഞ അധ്യായത്തിൽ ജരാസന്ധവധവും രാജാക്കന്മാരുടെ മോചനവും എല്ലാം വർണ്ണിച്ചു. ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ ആ ജരാസന്ധവധത്തെക്കുറിച്ച് മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ കൃഷ്ണന്റെ അനുഗ്രഹത്തെക്കുറിച്ചും മാഹാത്മ്യത്തെക്കുറിച്ചും കേട്ടിട്ട് ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു. ശ്രുത്വാ പ്രീതഃ തം അബ്രവീത്. അപ്പോൾ ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ച് തന്നെയാണ് എടുത്തു പറയുന്നത്. കാരണം ലോകമഹേശ്വരന്മാരായിട്ടുള്ള ലോകത്തിൽ വലിയ വലിയ ആൾക്കാരെല്ലാവരും ഭഗവാന്റെ അനുശാസനത്തെ ശിരസ്സുകൊണ്ട് വഹിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാൻ അരവിന്ദാക്ഷൻ ഇവിടെ എന്നെ പോലെയുള്ള അവശന്മാരായ
പക്ഷെ അഹങ്കാരികളായ ഈശമാനികളായിട്ടുള്ള അനുശാസനത്തെ ധരിക്കുന്നുവല്ലോ, സ്വീകരിക്കുന്നുവല്ലോ. അത് അത്യന്ത വിഡംബനം. ഭഗവാന്റെ ഒരു നാടകം തന്നെയാണിത്, നാട്യം തന്നെയാണിത്, ധർമ്മ സംസ്ഥാപനത്തിനായുള്ള വേഷം കെട്ടാണിത് എന്ന് താല്പര്യം. ഏകനും അദ്വിതീയനും ബ്രഹ്മവും പരമാത്മാവുമായിട്ടുള്ള ഭഗവാന്റെ തേജസ് ഏതെങ്കിലും കർമ്മം കൊണ്ട് വർദ്ധിക്കുകയോ ചുരുങ്ങുകയോ ചെയ്യുന്നില്ല. സൂര്യന്റെ പ്രകാശത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഒരു കാലത്തും ഇല്ലാത്തതുപോലെ. ഇനി ഭഗവാന്റെ ഭക്തന്മാർക്ക് പോലും എന്റേത്, നിന്റേത്, ഞാൻ, നീ എന്നുള്ള ഭേദഭാവനകളൊന്നും ഇല്ല. അതെല്ലാം പശുബുദ്ധിയാണ്. അപ്പൊ പിന്നെ ആ പശുബുദ്ധി ഭഗവാൻ ഉണ്ടാകുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ പിന്നെ ഭഗവാന്റെ ഈ നാടകമെല്ലാം ലോകസംഗ്രഹത്തിനായിക്കൊണ്ട് തന്നെ. ഇങ്ങനെയെല്ലാം ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ആ യജ്ഞം ആരംഭിക്കേണ്ട കാലത്ത് ഋത്വിക്കുകളെ വരിച്ചു. യോഗ്യന്മാരായ ഋത്വിക്കുകളെ സ്വീകരിച്ചു ഭഗവാനാൽ പ്രേരിതനായിട്ട്. ആരൊക്കെയാണ് ആ ഋത്വിക്കുകളെന്ന് അവരുടെ പേരെടുത്ത് പറഞ്ഞു. ദ്വൈപായനൻ, ഭരദ്വാജൻ, സുമന്തു, ഗൗതമൻ, അസിതൻ, വസിഷ്ഠൻ, ചവനൻ, കണ്വൻ, മൈത്രേയൻ, കവശൻ, കൃതൻ, വിശ്വാമിത്രൻ, വാമദേവൻ, സുമതി, ജൈമിനി, ക്രതു, പൈലൻ, പരാശരൻ, ഗർഗൻ, വൈശംപായനൻ, അഥർവ, കശ്യപൻ, ദൗമ്യൻ, ഭാർഗവരാമൻ, ആസുരി, വീതിഹോത്രൻ, മധുചന്ദ, വീരസേനൻ, അകൃതവ്രണ. ഇങ്ങനെയുള്ള പ്രശസ്തരായ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വൈദികരെ തന്നെ തെരഞ്ഞെടുത്തു, വരിച്ചു. അതുപോലെ ഹസ്തിനപുരത്ത് നിന്ന് ദ്രോണൻ, ഭീഷ്മൻ, കൃപൻ, ധൃതരാഷ്ട്രൻ, വിതുരൻ മുതലായവരെയും ക്ഷണിച്ചു വരുത്തി. ഈ യാഗത്തിൽ പങ്കെടുക്കാനായിട്ട് ചാതുർവർണ്ണ്യത്തിൽപ്പെട്ടതായിട്ടുള്ള ആളുകളെല്ലാം വന്നു ചേർന്നു. എല്ലാ രാജാക്കന്മാരും അവരുടെ പ്രകൃതികളോടുകൂടി വന്നു. യാഗഭൂമിയെ ബ്രാഹ്മണർ സ്വർണക്കലപ്പ കൊണ്ട് ഉഴുതുമറിച്ചു. വിധിപ്രകാരം യുധിഷ്ഠിരനെ കൊണ്ട് ദീക്ഷയെ വരിപ്പിച്ചു. വരുണൻ യാഗം ചെയ്തപ്പോൾ എപ്രകാരമാണോ എല്ലാ ഉപകരണങ്ങളും സ്വർണം കൊണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഇവിടെയും സ്വർണം കൊണ്ട് തന്നെയായിരുന്നു യുധിഷ്ഠിരന്റെ രാജസൂയത്തിലും ഉപകരണങ്ങളെല്ലാം. ഇനി ഇന്ദ്രാദി ലോകപാലന്മാരും വിരിഞ്ചനും ഭവനും അതുപോലെ ദേവവർഗത്തിൽപ്പെട്ട സിദ്ധന്മാര്, ഗന്ധർവന്മാര്, വിദ്യാധരന്മാര്, മഹോരഗങ്ങൾ, മുനികൾ, അതുപോലെയുള്ള യക്ഷന്മാര്, രക്ഷന്മാര്, കിന്നരന്മാര്, ചാരണന്മാർ എല്ലാവരും അവരവരുടെ ഗണങ്ങളോടുകൂടി വന്നു ചേർന്നു. രാജാക്കന്മാർ രാജപത്നിമാരുമായിട്ട് എല്ലാ ഭാഗത്തു നിന്നും വന്നു ചേർന്നു. എല്ലാവരും ആ പാണ്ഡുസുതനായ യുധിഷ്ഠിരന്റെ രാജസൂയത്തിലേക്ക് എത്തിച്ചേർന്നു. കൃഷ്ണഭക്തനായ ഇദ്ദേഹത്തിന്റെ ഈ യാഗങ്ങൾ, ഈ പ്രവൃത്തികൾ എല്ലാം തന്നെ ഉത്തമം, പ്രോപ്പറാണ് എന്ന് എല്ലാവരും കരുതി. ഇതിങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന മട്ടിൽ അവരൊന്നും വിസ്മയമുണ്ടായില്ല അവർക്ക് എന്നാ പറഞ്ഞത്. വാസ്തവത്തിൽ വിസ്മയത്തിന് വിഷയമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് വിസ്മയമില്ല? ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട്, കൃഷ്ണഭക്തൻ ആയതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. കൃഷ്ണഭക്തന്മാർക്ക് ഇത് സാധിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് എല്ലാവരും കരുതി. ആ ദേവന്മാരുടെ തേജസ്സുള്ളവരായ ബ്രാഹ്മണര്, ഋത്വിക്കുകള് രാജാവിനെ വിധിപ്രകാരം എപ്രകാരമാണോ പണ്ട് ദേവന്മാർ വരുണനെ കൊണ്ട് രാജസൂയം നടത്തിച്ചത് അതുപോലെ വിധിപ്രകാരം ചെയ്യിപ്പിച്ചു. അതിൽ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം സൗത്യേ അഹനി, സൂതം എന്നുള്ളതായിട്ടുള്ള പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുള്ള ആ ദിവസം അവനീപാലനായ ആ യുധിഷ്ഠിരൻ ബ്രാഹ്മണരെ, അതുപോലെ സദസ്സിലുള്ള ആളുകളെ, പതികളായിട്ടുള്ള ആളുകളെ, യോഗ്യരായിട്ടുള്ള ആളുകളെയൊക്കെ വിധിപ്രകാരം പൂജിച്ചു. സാമാന്യം എല്ലാവരെയും പൂജിച്ച ശേഷം വിശേഷമായിട്ട് പൂജിക്കേണ്ടത് ആരെയാണ്? ഈ സദസ്സിൽ വെച്ച് ഏറ്റവും അഗ്രൻ ആരാണ്? ആ അർഹണത്തിന് അർഹനായിട്ടുള്ള ആളെ തിരയുന്നതായിട്ടുള്ള, ചിന്തിക്കുന്നതായിട്ടുള്ള സമയത്ത്
അതിനൊരു തീരുമാനമായില്ല. അനൈകാന്ത്യാത്, ഒരാളല്ല ഉള്ളത്, അനേകം ആളുകൾ ഉള്ളത് കൊണ്ട് അങ്ങനെ തീരുമാനമാകാതിരുന്നപ്പോൾ സഹദേവ തഥാ ബ്രവീത്, സഹദേവൻ അപ്പോൾ പറഞ്ഞു. അപ്പൊ സഹദേവന്റെ ഭഗവത് സ്തുതിയാണ് അടുത്ത 6 ശ്ലോകങ്ങൾ അല്ലെ. യുധിഷ്ഠിരന്റെ ഒരു ചെറിയ സ്തുതി കഴിഞ്ഞേ ഉള്ളൂ 4 ശ്ലോകങ്ങളെ കൊണ്ട്. അപ്പോ ഏറ്റവും ഇളയവനായ സഹദേവൻ ഭഗവാന്റെ മാഹാത്മ്യം എടുത്തു പറയുന്നു. അർഹതിഹ്യച്യുതശ്രൈഷ്ഠ്യം ഭഗവാൻ സത്വദമ്പതി യേശ വൈ ദേവതാ സർവ ദേശകാലധനാദയ. ആ ഭഗവാൻ സത്വദാമ്പതിയായ അച്യുതൻ ശ്രൈഷ്ഠ്യമർഹതി, ആ ശ്രേഷ്ഠ പൂജയെ അർഹിക്കുന്നത് അച്യുതനാണ്, ച്യുതിയില്ലാത്തവനാണ്. ഭക്തന്മാരുടെ രക്ഷകനും സർവൈശ്വര്യ പരിപൂർണനുമായിട്ടുള്ള ഭഗവാനാണ് അതിനർഹൻ. കാരണം ഇവൻ തന്നെയാണ് സർവ്വദേവതകളും, ഇവനിൽ എല്ലാ ദേവതകളും കുടികൊള്ളുന്നു. ഇവനെ പൂജിച്ചാൽ എല്ലാ ദേവതകളെയും പൂജിച്ചതിന് ബലം കിട്ടും, തുല്യമായി തീർന്നു. ദേശം, കാലം, ധനം മുതലായതെല്ലാം ഇവൻ തന്നെയാണ്. ഇവൻ തന്നെയാണ് എല്ലാമായി തീർന്നിരിക്കുന്നത്. ഈ വിശ്വമേ ഇവൻ തന്നെയാണ്. വിശ്വാകാരനാണ് ഈ കൃഷ്ണൻ. യഥാത്മകമിതം വിശ്വം ക്രതവശ്ച യഥാത്മകാഹ. ഏതൊരുവന്റെ സ്വരൂപം അല്ലെങ്കിൽ ഈ വിശ്വത്തിന്റെ ആത്മാ ഏതൊരുവൻ തന്നെയാണോ, അല്ലെങ്കിൽ ക്രതുക്കളെല്ലാം ഏതൊരുവന് വേണ്ടിയാണോ, ഏതൊരുവനെ പൂജിക്കാനാണോ, അഗ്നികളും ആഹുതികളും മന്ത്രങ്ങളും നിവൃത്തിമാർഗവും പ്രവൃത്തിമാർഗവും എല്ലാം ഏതൊരുവനെ ഉദ്ദേശിച്ചുകൊണ്ടാണോ, ഏതൊരുവനെ സാക്ഷാത്കരിക്കാനുള്ള മാർഗങ്ങളാണോ, ഏകയേവ അദ്വിതീയോസൗ ഐതദാത്മ്യമിതം ജഗത് ആത്മന ആത്മാശ്രയ സഭ്യാഹ സൃജതി അവധി ഹന്ത്യജ. ഈ ശ്ലോകം എടുത്തിട്ടില്ല അല്ലെ. 21 എടുക്കണം. 20-ാം ശ്ലോകം വരെയാണ് രാവിലെ പറഞ്ഞത്. ഏകയേവാദ്വിതീയോസൗ ഐതദാത്മ്യമിതം ജഗത് ആത്മനാത്മാശ്രയസഭ്യാഹ സൃജത്യവധിഹന്ത്യജഃ. എന്തുകൊണ്ട് ഈ കൃഷ്ണനെ പൂജിക്കണം? എന്തുകൊണ്ടാണ് കൃഷ്ണനാണ് ഈ കൂടിയവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് കൃഷ്ണതത്വത്തെ സ്ഥാപിക്കുകയാണ് സഹദേവൻ ഇവിടെ ചെയ്യുന്നത്. ഏകയേവ അദ്വിതീയോസൗ അസൗ ഏകഃ ഏവ. ഇവൻ ഒരുവൻ തന്നെയാകുന്നു. അദ്വിതീയ, രണ്ടാമതൊന്നില്ല. ഇവനിൽ നിന്ന് അന്യമായിട്ട് മറ്റൊരു വസ്തു ഇല്ല. ഇതം ജഗത് ഐതദാത്മ്യം. ഇതം ജഗത്, ഈ കാണുന്ന ജഗത് ഐതദാത്മ്യം, ഇദ്ദേഹമാകുന്ന സ്വരൂപത്തോടുകൂടിയതാണ്. ഏതദേവ ആത്മാ, ഏതത് എന്ന് പറഞ്ഞാൽ ഏഷഹ ഏവ എന്നുള്ള അർത്ഥത്തിലാണ്. ഉപനിഷത് പ്രയോഗമാണ് ഐതദാത്മ്യമിതം സർവം എന്നുള്ളത്. അപ്പോ ആ ബ്രഹ്മം തന്നെയാണ് ഈ ജഗത്തിന്റെ ആത്മാ. ബ്രഹ്മമെന്ന സത്യത്തെ തെറ്റിദ്ധരിച്ചാണ് നമ്മൾ ജഗത്തിനെ ദർശിക്കുന്നത്. കയറിനെ തെറ്റിദ്ധരിച്ച് പാമ്പിനെ കാണും പോലെ, അല്ലെങ്കിൽ സ്വർണത്തെ തെറ്റിദ്ധരിച്ച് ആഭരണങ്ങൾ കാണും പോലെ, വസ്തുവിനെ കാണാതെ വസ്തുവിൽ മറ്റു പലതിനെയും അധ്യസിച്ച് കാണുക. അപ്പൊ ഇതം ജഗത് അധ്യാസം, അധിഷ്ഠാനമാരാണ് ഇവൻ തന്നെ. ഐതദാത്മ്യം ഇതം ജഗത്, ഈ ജഗത്ത് ഇവനാകുന്ന ആത്മാവോടുകൂടിയതാകുന്നു. ഇവനില്ലെങ്കിൽ ഈ ജഗത്തില്ല. വസ്ത്രത്തിൽ നിന്ന് ഊടും പാവുമായിരിക്കുന്ന നൂലിനെ വലിച്ചു മാറ്റിയാൽ വസ്ത്രം ശൂന്യം. സ്വർണാഭരണങ്ങളിൽ നിന്ന് സ്വർണത്തെ വലിച്ചു മാറ്റിയാൽ ആഭരണം ശൂന്യം. അതുപോലെ ഈ പ്രപഞ്ചമാകുന്ന വസ്ത്രത്തിൽ നിന്ന് ഈ ആത്മസ്വരൂപനായ ഈശ്വരനെ നീക്കിയാൽ, ഭഗവാനെ നീക്കിയാൽ ഈ പ്രപഞ്ചമാകുന്ന വസ്ത്രം ശൂന്യം.
ഐതദാത്മ്യമിതം സർവം. ഉപനിഷത്ത് പ്രയോഗമാണത്. നമ്മുടെ ചാന്തോക്യ ഉപനിഷത്തിൽ തത്വമസി മഹാവാക്യം വരുന്ന ഭാഗത്ത് ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. ശ്വേതകേതുവിന് ഉദ്ദാലക ഋഷി ഉപദേശിക്കുന്ന മന്ത്രങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ അതുതന്നെയാണ് ഇവിടെ സഹദേവൻ പറയുന്നത്, ഐതദാത്മ്യമിതം ജഗത് എന്ന്. ഈ ജഗത്ത് ഇതുണ്ടായതാണ്, ഇത് നശിക്കുന്നതാണ്, ഇത് അല്പകാലം നിലനിൽക്കുന്നത് പോലെ തോന്നുന്നു. വാസ്തവത്തിൽ ഈ ജഗത്തിന്റെ ആത്മാവ് ഈ ഇരിക്കുന്നവൻ തന്നെയാണ്, ഈ കൃഷ്ണൻ തന്നെയാണ്. ആത്മാശ്രയ അജഹ. എന്നാൽ ഇവൻ ആത്മാശ്രയനാണ്. ആത്മാശ്രയൻ എന്ന് പറഞ്ഞാലോ മറ്റൊരു ആശ്രയമില്ലാത്തവൻ, താൻ തന്നെ തനിക്ക് ആശ്രയമായിരിക്കുന്നവൻ. ആത്മാവേവ ആശ്രയ യസ്യ. താൻ തന്നെ തനിക്ക് ആശ്രയം എന്ന് വെച്ചാൽ ഭഗവാൻ ഇൻഡിപെൻഡന്റ് ആണ് എന്നർത്ഥം. ബാക്കി ഈ ലോകത്തുള്ള സകലതും ഡിപ്പെൻഡന്റ് ആണ്. ഈ ജഗത്ത് മുഴുവൻ ഭഗവാനിൽ ഡിപ്പെൻഡന്റ് ആണ്. ഭഗവാനാകട്ടെ പൂർണ്ണ സ്വതന്ത്രൻ. ആത്മാശ്രയ അജഹ. ഈ ജഗത്ത് ജനനമുള്ളതാണ്, ഭഗവാനാകട്ടെ ജനനഹീനനാണ്, ജനനരഹിതനാണ്. ജഗത്തും ഭഗവാനും തമ്മിലുള്ള, ജഗത്ത് ഭഗവാൻ തന്നെയാണെന്ന് അപ്പോൾ ജഗത്തിന്റെ ദോഷങ്ങളൊക്കെ ഭഗവാനിലുണ്ടാകുമോ എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് ഉടനെ തന്നെ ഇത് പറയുന്നത്. ജഗത്ത് ഒരുപാട് ദോഷങ്ങളോടുകൂടിയതാണ്, പരിമിതികളുള്ളതാണ്, ഉൽപ്പത്തി വിനാശങ്ങളുള്ളതാണ്, വികാരങ്ങളുള്ളതാണ്. അതൊന്നും ഈ മൂലത്തെ ബാധിക്കുന്നില്ല. അപ്പൊ അജഹ എന്ന് പറയുന്നതോടുകൂടി തന്നെ ബാക്കി അതിനോട് തുടർന്നുള്ള ജായതേ വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ വിനശ്യതി മുതലായ ദോഷങ്ങളൊന്നും ബാധിക്കാത്തവനാണ്. ഹേ സഭ്യാഹ, അല്ലയോ സഭാവാസികളെ, സഭയിലിരിക്കുന്നവരെ, ആത്മനാ സൃജതി അവധി ഹന്തി. ഇവനുണ്ടല്ലോ, ഇവൻ ആത്മാശ്രയ, സ്വയം തന്നെ ആശ്രയിച്ചുകൊണ്ട് ആത്മന, തന്നെത്താൻ വേറൊരാളുടെ സഹായം കൂടാതെ, പരസഹായം കൂടാതെ എന്തു ചെയ്യുന്നു? സൃജതി, ഈ പ്രപഞ്ചത്തെ സർജിക്കുന്നു. അവതി, ഈ പ്രപഞ്ചത്തെ അവനം ചെയ്യുന്നു, രക്ഷിക്കുന്നു. ഹന്തി, ഇതിനെ നശിപ്പിക്കുന്നു. അപ്പൊ ഈ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം അവൻ തന്നെത്താൻ ചെയ്യുന്നതാണ്, വേറൊരാളെ ആശ്രയിച്ച് ചെയ്യുന്നതല്ല. അവൻ ഇൻഡിപെൻഡന്റ് ആണ്. അവൻ തന്നെയാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള തത്വങ്ങളെ നിർമ്മിക്കുന്നത്. 24 തത്വങ്ങളും അവനിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. എട്ടുകാലി അതിന്റെ വല എങ്ങനെയാണോ അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നത്, തന്നിൽ നിന്ന് തന്നെ നെയ്യുന്നത്. പട്ടുനൂൽപ്പുഴു എങ്ങനെയാണോ തന്നിൽ നിന്ന് തന്നെ ആ നൂലുണ്ടാക്കുന്നത്, എന്നിട്ട് അതുകൊണ്ടൊരു കുക്കൂൺ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ പെട്ടതുപോലെ കിടക്കുന്നത്. ഇതുപോലെയാണ് ഇവനും തന്നിൽ നിന്ന് തന്നെ, തന്നാൽ തന്നെ, താൻ തന്നെ, തന്നെ തന്നെ, തന്നിൽ തന്നെ എല്ലാം ഉണ്ടാക്കുന്നു. ആത്മനാ സൃജതി അവതീര്യ ഹന്തി. അപ്പൊ ഇതിന്റെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തുന്ന ഇവനെ അല്ലേ നമ്മൾ ആരാധിക്കേണ്ടത്? സത്യസ്വരൂപനായ ഇവനെയല്ലേ ആരാധിക്കേണ്ടത്? ഇവനല്ലേ പരമസത്യം. സത്യം പരം ധീമഹി. അല്ലാതെ അസത്തുക്കളായ ആളുകളെയാണോ ആരാധിക്കേണ്ടത്? അതുകൊണ്ട് ഇവനെ ആരാധിക്കൂ, അച്യുതനെ ആരാധിക്കൂ എന്ന് ഉപനിഷത് വചനങ്ങൾ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് സഹദേവൻ പറയുകയാണ്. വിവിധാനീഹ കർമാണി ജനയൻ യദപേക്ഷയാ ഈഹതേയതയം സർവഃ ശ്രേയോ ധർമാദിലക്ഷണം. വിവിധാനീഹ കർമാണി ജനയൻ യദപേക്ഷയാ ഈഹതേയതയം സർവഃ ശ്രേയോ ധർമാദിലക്ഷണം. യദപേക്ഷയാ വിവിധാനി കർമാണി ജനയന്.
ഏതപേക്ഷയ, ഏതൊരുവന്റെ അപേക്ഷണം ഈക്ഷണം തന്നെ, കടാക്ഷം. അപ്പൊ ഏതൊരുവന്റെ കടാക്ഷത്താലാണോ വിവിധാനി കർമാണി, ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങൾ, ഈ ലോകത്തില് ആര് ചെയ്യുന്ന കർമ്മങ്ങളും ജനയൻ, അതിന്റെ ഫലത്തെ ജനിപ്പിച്ചുകൊണ്ട്. അപ്പൊ ഇവന്റെ അപേക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ, ഈശ്വര കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ആരെന്ത് കർമ്മം ചെയ്താലും അതിന് ഫലമുണ്ടാവുകയുള്ളൂ. അവൻ അതിനെ അവഗണിച്ചാൽ, ഈ ഭഗവാൻ കടാക്ഷിച്ചിട്ടില്ലെങ്കിൽ, ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ആരു ചെയ്യുന്ന ഏത് കർമ്മവും വൃഥാ, അധ്വാനം മാത്രം, പ്രയത്നം മാത്രം. അതിന് ഫലമുണ്ടാവണമെങ്കിൽ ഈശ്വര അനുഗ്രഹം വേണം, അവൻ സങ്കല്പിക്കണം, അവന്റെ കടാക്ഷം വേണം. അതാണ് യദപേക്ഷയാ വിവിധാനി കർമാണി ജനയന് യത് അയം സർവഃ. ഏതൊരുവനിൽ നിന്നാണ് അയം സർവഃ, ഈ ലോകങ്ങൾ മുഴുവൻ, ഈ മുഴുവൻ സർവലോകങ്ങളും ധർമാദിലക്ഷണം ശ്രേയഃ ഈഹതേ, ധർമാദിലക്ഷണത്തോടുകൂടിയതായിട്ടുള്ള ശ്രേയസിനെ സാധിക്കുന്നു, പ്രാപിക്കുന്നു. ധർമാദിലക്ഷണം എന്ന് പറഞ്ഞാൽ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ, ചതുർവിധ പുരുഷാർത്ഥങ്ങളും. അപ്പോ ഇവനെ അപേക്ഷിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവന്റെ അനുഗ്രഹത്താലാണ് സകല ലോകവും ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെ, ശ്രേയസ്സിനെ പ്രാപിക്കുന്നത്. അപ്പൊ ഇവന്റെ അനുഗ്രഹം വേണം ശ്രേയസ് ഉണ്ടാവാൻ. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന രാജസൂയ യാഗം അതിന് ഫലമുണ്ടാകണമെങ്കിൽ ഇവൻ കടാക്ഷിക്കണം. ഇവന്റെ കടാക്ഷത്തിന് അവനെ തന്നെ പൂജിക്കുക. നമ്മൾ അവൻ പ്രസാദിക്കട്ടെ, അവന്റെ അനുഗ്രഹമുണ്ടാകട്ടെ, എങ്കിലേ ഈ യാഗം പൂർണ്ണമാവുകയുള്ളൂ, അതിന്റെ ഫലമുണ്ടാവുകയുള്ളൂ എന്ന് വളരെ വിവേകിയായ സഹദേവൻ മനോഹരമായി അവതരിപ്പിക്കുന്നു എന്ന് പറയാം. അപ്പോ ഈ പരമപുരുഷനെ പൂജിച്ചാലും തസ്മാത് കൃഷ്ണായ മഹതേ ദീയതാം പരമാർഹണം ഏവം ചേത് സർവഭൂതാനാം ആത്മനശ്ചാർഹണം ഭവേത്. തസ്മാത് കൃഷ്ണായ മഹതേ ദീയതാം പരമാർഹണം ഏവം ചേത് സർവഭൂതാനാം ആത്മനശ്ചാർഹണം ഭവേത്. തസ്മാത്, ഞാൻ ഇത്രയും ലോജിക്കുകളൊക്കെ പറഞ്ഞു, കാര്യകാരണ സഹിതം അവതരിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങളൊക്കെ വലിയ വലിയ അറിവുള്ളവരാണല്ലോ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചില സൂചനകൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഈ അറിവില്ലാത്തവൻ ഇനി അധിക പ്രസംഗം ചെയ്യുന്നില്ല. ഈ കിട്ടിയ സൂചനകൾ നിങ്ങൾക്കും സ്വയം ചിന്തിക്കാനും തീരുമാനമെടുക്കാനും സഹായിക്കുമല്ലോ. അത്ര മാത്രമേ ഞാൻ ചെയ്തുള്ളൂ, എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്ന മട്ടില് കൺക്ലൂഡ് ചെയ്യണം. തസ്മാത്, അതുകൊണ്ട്, ഞാൻ ഈ പറഞ്ഞതുകൊണ്ട്, മഹതേ കൃഷ്ണായ പരമാർഹണം ദീയതാം, മഹാനായ കൃഷ്ണനായിക്കൊണ്ട്, ഏറ്റവും മഹാത്മാവായിരിക്കുന്ന കൃഷ്ണനായിക്കൊണ്ട് പരമാർഹണം, ഏറ്റവും വലിയ പൂജ അഗ്രിമസ്ഥാനത്തിരുത്തി അഗ്രപൂജ ദീയതാം, നൽകപ്പെടട്ടെ. വേറെ ആരും കൃഷ്ണന്റെ ഒപ്പം നിൽക്കാൻ യോഗ്യരായിട്ടില്ല. എല്ലാവരും സംസാരികളാണ്. കൃഷ്ണൻ തന്നെയാണ് എല്ലാറ്റിനും അർഹനായിട്ടുള്ളവൻ. അപ്പൊ പരമാർഹണം ദീയതാം. ഏവം ചെയ്ത്, കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ, അപ്രകാരം ചെയ്യുകയാണെങ്കിൽ, സർവഭൂതാനാം ആത്മനഃ ച അർഹണം ഭവേത്, സർവഭൂതങ്ങൾക്കുള്ള പൂജയായി ഭവിക്കും. ആത്മനഃ, അവനവനുള്ള പൂജയായും ഭവിക്കും. ഇവിടെ അവനവൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും തൃപ്തി ഉണ്ടാവും എന്നർത്ഥം. ഭഗവാനെ പൂജിച്ചാൽ ആർക്കും അതിന് പരിഭവം ഉണ്ടാകില്ല. ഭഗവത് തത്വം മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനോട് യാതൊരാൾക്കും മത്സരമോ അസൂയയോ ഉണ്ടാവില്ല.
എന്താ ഭഗവാന് മാത്രം പൂജ, എനിക്കെന്താ പൂജയില്ലാത്തത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട എല്ലാ ആൾക്ക് പൂജ ചെയ്യൂ എന്നൊന്നും അഭിപ്രായം ഉണ്ടാവില്ല. കാരണം ഭഗവാൻ ആരാണ്? സർവാത്മാവാണ്. അപ്പൊ ഭഗവാനെ പൂജിച്ചാൽ സർവചരാചരങ്ങളും പ്രസാദിക്കും. അതാണ് സർവഭൂതാത്മഭൂതായ അല്ല സർവഭൂതാനാം ആത്മനഃ ച അർഹണം ഭവേത്. ശ്രീകൃഷ്ണനെ പൂജിച്ചാൽ സർവഭൂതങ്ങളും പ്രസാദിക്കും, ആത്മസംതൃപ്തിയും ഉണ്ടാകും. സർവഭൂതാത്മഭൂതായ കൃഷ്ണായ അനന്യദർശിനേ ദേയം ശാന്തായ പൂർണായ ദത്തസ്യാനന്ദ്യമിച്ഛതാം. സർവഭൂതാത്മഭൂതായ കൃഷ്ണായ അനന്യദർശിനേ ദേയം ശാന്തായ പൂർണായ ദത്തസ്യാനന്ദ്യമിച്ഛതാം. സർവഭൂതാത്മഭൂതായ സർവഭൂതങ്ങളുടെയും ആത്മഭൂതനായവന്, ആത്മാവായി ഭവിച്ചവന്, എല്ലാവരുടെയും ആത്മാ കൃഷ്ണൻ തന്നെയാണ്. ശാന്തായ ശാന്തസ്വരൂപനായ. ഇനി ഭഗവാന് തന്നെ പൂജിക്കണം എന്നുള്ള കൊതിയുണ്ടോ? കൊതിയുണ്ടെങ്കിൽ ശാന്തനല്ല. ഇവിടെ ആരുടെയെങ്കിലും ഉള്ളില് എന്നെ പൂജിക്കൂ, എന്നെ പൂജിക്കൂ, എന്നെ പൂജിക്കൂ എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അവരൊന്നും ശാന്തരല്ല. പൂജ ആഗ്രഹിക്കുന്നവരാണ്, ബഹുമാനം ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അവരുടെ ഉള്ളില് ശാന്തിയില്ല എന്നർത്ഥം. കൊതിയുണ്ട്. കൊതി എന്ന് പറഞ്ഞാൽ ശാന്തിക്ക് ഓപ്പോസിറ്റാണ്. ശാന്തി എന്ന് പറഞ്ഞാൽ അടക്കമാണ്, കൊതി എന്ന് പറഞ്ഞാൽ തുള്ളലാണ്, കൊതിക്കലാണ്, വിക്ഷേപമാണ് കൊതി. തമിഴിൽ കൊതിക്കുക എന്ന് പറഞ്ഞാൽ തിളച്ച് മറിയുക എന്നാണ്. ആ തമിഴിലെ കൊതി തന്നെയാണ് മലയാളത്തിലും വന്നത്. മനസ്സ് തിളച്ച് മറിയലാണ്, വിക്ഷിപ്തമാവലാണ് കൊതി. അപ്പോ ഭഗവാൻ പൂജ എനിക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു നിന്നിട്ടില്ല. പാലാഴി മദനത്തിൽ ലക്ഷ്മി ദേവി പൊങ്ങി വന്നപ്പോ ലക്ഷ്മി ദേവി ആരെയാണ് ഭരിക്കേണ്ടത് എന്ന് വരണമാല്യവുമായിട്ട് നോക്കി നടക്കുമ്പോ എല്ലാരും കൊതിയോടുകൂടെ തലയിൽ നീട്ടി നിൽക്കുന്നു. എന്റെ തലയിലിടൂ, എന്റെ കഴുത്തിലിടൂ. ഒരാള് മാത്രം ഒരു കൊതിയില്ലാതെ ശാന്തനായി നിസ്സംഗനായി നിൽക്കുന്നു. അപ്പൊ വരിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ തന്നെ വരിക്കണം എന്ന് പറഞ്ഞാണ് മഹാലക്ഷ്മി ഭഗവാന്റെ കഴുത്തിൽ ചെന്ന് മാലയിട്ടത്. കാരണം അദ്ദേഹത്തിന് മഹാലക്ഷ്മി തന്നെ ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും തനിക്ക് യാതൊരു മാറ്റവുമില്ല. മഹാലക്ഷ്മി പോലും തന്റെ വിഭൂതിയാണ്, തന്നിൽ നിന്നാണ് മഹാലക്ഷ്മിക്ക് ഐശ്വര്യം കിട്ടിയിരിക്കുന്നത് എന്ന് അറിയാവുന്ന ആളാണ്. അപ്പൊ ഭഗവാനെ സംബന്ധിച്ച് പൂജയൊന്നും ആവശ്യമില്ല. ഭഗവാൻ മറ്റുള്ളവരെ പൂജിക്കാൻ വ്യഗ്രത കാണിക്കുന്ന ആളാണ്. ഭഗവാൻ ഗുരുക്കന്മാരെ, മഹാത്മാക്കളെ, ബ്രാഹ്മണരെ ഒക്കെ പൂജിക്കുന്നതിൽ മുമ്പിൽ നിൽക്കുന്ന ആളാണ്. ഇപ്പതാ ഈ രാജസൂയ യാഗത്തിലും വരുന്ന അതിഥികളെയെല്ലാം കാലുകഴുകി സ്വീകരിക്കുന്നതും ഭഗവാനായിരുന്നു. അപ്പൊ എല്ലാവരെയും പൂജിക്കാൻ താല്പര്യം കാണിക്കുകയും തനിക്ക് പൂജ വേണമെന്ന് ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളാണ് ഭഗവാൻ. നമ്മളൊക്കെ എന്നാണാവോ ഇതുപോലെ ആവുക അല്ലേ? ഈ ഭഗവാന്റെ ഈ ഒരു ഭാവം, മറ്റുള്ളവരെ പൂജിക്കുകയും സ്വയം മറ്റുള്ളവർ തന്നെ പൂജിക്കണം, ബഹുമാനിക്കണം എന്ന് ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുക. അതാണ് ശാന്തി. അപ്പൊ അതാണ് ശാന്തായ. വളരെ മനോഹരമായ പ്രയോഗമാണത്. അനന്യദർശിനേ, അനന്യദർശിയായ ഭഗവാനായിക്കൊണ്ടാണ് പൂജ ചെയ്യേണ്ടത്. എന്ന് വെച്ചാലോ, ഭഗവാൻ ഇവിടെ കാണുന്ന ആളുകളെ ആരെയും അന്യനായി കാണുന്നില്ല.
താൻ തന്നെയാണ് എല്ലാ രൂപത്തിലും നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ആരെ പൂജിച്ചാലും എന്നെ പൂജിച്ചത് തന്നെയാണ്. നിങ്ങൾ ആരെ വേണമെങ്കിൽ പൂജിച്ചോ, ഇവിടെ കൂടിയിരിക്കുന്ന ഋഷീശ്വരന്മാരെയോ ബ്രഹ്മദേവനെയോ മഹാദേവനെയോ ഇന്ദ്രനെയോ ആരെ വേണമെങ്കിൽ നിങ്ങൾ പൂജിച്ചോ, അവരുടെയൊക്കെ പൂജ എനിക്ക് തന്നെയാണ് വന്നു ചേരുന്നത് എന്നറിയുന്ന ആളാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് അന്യദർശനം ഇല്ല, അനന്യദർശിയാണ്. എല്ലാം താൻ തന്നെയായി ആത്മാവായി കാണുന്നതാണ് അനന്യദർശിത്വം. അപ്പോ അനന്യദർശിനി പൂർണ്ണനാണ് ഭഗവാൻ. അദ്ദേഹത്തിന് ഇനി നമ്മളായിട്ട് പൂജിച്ചിട്ട് എന്തെങ്കിലും നിറയ്ക്കാൻ, കുറവ് നികത്താനൊന്നുമില്ല. സ്വയം പൂർണ്ണനായിരിക്കുന്ന കൃഷ്ണായ, ആ കൃഷ്ണനായിക്കൊണ്ട് ദേയം, ഈ അർഹണം ഭഗവാന് സമർപ്പിക്കേണ്ടതാണ് ഈ പൂജ. ആര്? ആനന്ദ്യമിച്ഛത ദത്തസ്യ ആനന്ദ്യമിച്ഛത. ദത്തസ്യ നൽകപ്പെട്ടതിൻ്റെ, ചെയ്യപ്പെട്ടതിൻ്റെ, ആനന്ദ്യം എന്ന് പറഞ്ഞാല് അന്തമില്ലായ്മ. അന്തം ന വിദ്യതേതി അനന്തം, അനന്തസ്യ ഭാവം ആനന്ദ്യം. അപ്പോ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഫലം കാക്ഷിക്കുന്നവർ, ഇച്ഛിക്കുന്നവർ, അന്തമില്ലാത്ത ഫലം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരെ പൂജിക്കണം? അന്തമില്ലാത്തവനെ പൂജിക്കണം. അല്പന്മാരെ പൂജിച്ചാൽ അല്പഫലം മാത്രം, അനന്തനെ പൂജിച്ചാൽ മാത്രമേ അനന്തഫലം ഉള്ളൂ. അല്ലേ? നമ്മളൊരു ലക്ഷാധിപതിയെ പൂജിച്ചാൽ അയാളുടെ കയ്യിലുള്ളതിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച നമുക്ക് തരും. കോടീശ്വരനെ പൂജിച്ചാൽ അയാളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കുറച്ചുകൂടി കൂടുതൽ തരും. ശതകോടീശ്വരന്മാരെ പൂജിച്ചാൽ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് തരും. ഈ എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനും അന്തമില്ലാത്തവനും ഇൻഫിനിറ്റി ആയിരിക്കുന്നവനുമായ ഭഗവാനെ, കാലദേശാവധിഭ്യാം നിർമുക്തം, ഈ ഭഗവാനെ പൂജിച്ചാൽ മാത്രമേ ആനന്ദ്യം ലഭിക്കുകയുള്ളൂ. ലിമിറ്റഡ് അല്ലാത്ത ഫലം, അതാണ് ആനന്ദ്യം. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫലം, പ്രയോജനം നമുക്ക് ലഭിക്കണമെങ്കിൽ ആരെ പൂജിക്കണം? ഈ അനന്തനായ ഭഗവാനെ പൂജിക്കണം. യാതൊരു പരിമിതികളുമില്ലാത്തവൻ, ദേഹാഭിമാനമില്ലാത്തവൻ. മറ്റ് ദേവതകൾക്കൊക്കെ അവരവരുടെ അഭിമാനമുണ്ട്, അവരവരുടെ യോഗ്യതകളിലും സ്ഥാനമാനങ്ങളിലും ഒക്കെ. നമ്മളെ ഗജേന്ദ്ര മോക്ഷത്തിൽ കണ്ടു. ഗജേന്ദ്രൻ ബ്രഹ്മസ്വരൂപമായ നിർഗുണമായ ഭഗവത് തത്വത്തെ സ്തുതിച്ചപ്പോൾ ദേവന്മാരാരും സഹായിക്കാൻ വന്നില്ല. എന്തുകൊണ്ട്? അവരവരുടേതായിട്ടുള്ള അഭിമാനമുള്ളത് കൊണ്ട്. എന്നെ വിളിച്ചിട്ടില്ല, പിന്നെന്തിന് ഞാൻ ചെല്ലണം എന്ന് എല്ലാവരും കരുതിയിരുന്നു. എന്നാൽ ഒന്നിലും അഭിമാനമില്ലാത്ത, ഏത് സ്തുതിയും തന്നെ തന്നെയാണെന്നും കരുതുന്ന സർവദേവതാത്മാവായ ഭഗവാന് കാത്തിരിക്കാനായില്ല. അദ്ദേഹം കുതിച്ചു പാഞ്ഞു വന്നു. അതുപോലെയാണ് ഇവിടെ മറ്റ് ദേവതകളൊക്കെ പരിമിതിയുള്ളവരാണ്, സങ്കുചിത ബുദ്ധിയുള്ളവരാണ്. ഭഗവാനാകട്ടെ അല്പം പോലും അങ്ങനത്തെ ഒരു സങ്കോചമില്ല, ദേഹാഭിമാനമില്ല. എല്ലാം താൻ തന്നെയാണെന്നുള്ള അനന്യദർശിത്വമുള്ളവനാണ്. ഈ പറഞ്ഞ ഭഗവാന്റെ ഗുണങ്ങളൊക്കെ നമ്മുടെയൊക്കെ ആത്മസ്വരൂപമാണത് എന്നാണ് നമ്മൾ ഈ ഒരു തത്വം അറിഞ്ഞ് ഉണരുന്നത്. നമ്മൾക്ക് ഉണരാൻ വേണ്ടി തന്നെയാണ് ഈ പ്രയോഗങ്ങളൊക്കെ. സർവഭൂതാത്മഭൂതായ കൃഷ്ണായ അനന്യദർശിനേ ദേയം ശാന്തായ പൂർണായ ദത്തസ്യാനന്ദ്യമിച്ഛത ഇത്യുക്ത്വാ സഹദേവോ ഭൂത് തൂഷ്ണീം കൃഷ്ണാനുഭാവവിത് തച്ഛ്രുത്വാ തുഷ്ടുവുഃ സർവേ സാധു സാധ്വിതി സത്തമാഃ ഇത്യുക്ത്വാ സഹദേവോ ഭൂത് തൂഷ്ണീം കൃഷ്ണാനുഭാവവിത് തച്ഛ്രുത്വാ തുഷ്ടുവുഃ സർവേ സാധു സാധ്വിതി സത്തമാഃ. കൃഷ്ണ അനുഭാവ വിത്ത,
കൃഷ്ണസ്യ അനുഭാവം മാഹാത്മ്യം വേത്തീതി കൃഷ്ണാനുഭാവവിത്ത്. അപ്പം ഭഗവാന്റെ ആ മാഹാത്മ്യത്തെ നല്ലതുപോലെ അറിയുന്നവനായ സഹദേവ, ആ സഹദേവൻ ഇത്യുക്ത്വാ ഇപ്രകാരം പറഞ്ഞ് തൂഷ്ണീമഭൂത് മൗനിയായി ഭവിച്ചു. തൻ്റെ വാക്കുകളെ അടക്കി ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് അവതരിപ്പിക്കേണ്ട വിഷയം അവതരിപ്പിച്ച് വിനയാന്വിതനായി ശാന്തനായി വിരമിച്ചു. തൂഷ്ണീമഭൂത് സത്തമാഹ സർവേ തത് ശ്രുത്വാ സാധു സാധു ഇതി തുഷ്ടുവുഹു. ആ സദസ്സിലുള്ള സത്തമന്മാരെല്ലാവരും, ശ്രേഷ്ഠന്മാരായിട്ടുള്ള എല്ലാവരും, സർവേ എല്ലാവരും തന്നെ തത് ശ്രുത്വാ സഹദേവസ്യ വാക്യം ശ്രുത്വാ സാധു സാധു ഇതി തുഷ്ടുവുഹു ഉത്തമം ഉത്തമം അത്യുത്തമം ഇങ്ങനെ സ്തുതിച്ചു. സഹദേവന്റെ ഈ ഒരു ബുദ്ധിവൈഭവത്തെ, അദ്ദേഹത്തിന്റെ ഈ നല്ല വാക്കുകളെ, ശരിയായ തീരുമാനം എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും പ്രശംസിച്ചു. ഇനിയിപ്പോ വേറൊന്നും ആലോചിക്കാനില്ല, ഇനി രണ്ടാമതൊരു ചിന്ത ആർക്കും വേണ്ട. എല്ലാവർക്കും ഐകകണ്ഠ്യേന നമുക്ക് തീരുമാനിക്കാം, ഇത് തന്നെയാണ് ഉത്തമം, ഇതുപോലെ ഉത്തമമായിട്ടുള്ളൊരു കാര്യം വേറെ ഇല്ല. അതുകൊണ്ട് സാധു സാധു ഇതി സത്തമാഹ തുഷ്ടുവുഹു. സത്തമന്മാരെല്ലാവരും സ്തുതിച്ചു, പ്രശംസിച്ചു സഹദേവ വാക്യത്തെ. അപ്പോ സജ്ജനങ്ങൾ സ്തുതിച്ചാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് സംശയമുണ്ടോ? ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരൊക്കെ എന്ത് സ്തുതിച്ചുവോ അത് കേട്ട് ബാക്കിയുള്ളവരും അതിനെ അനുകൂലിക്കും. യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജന. അഭിപ്രായ വ്യത്യാസമുള്ള മൂഢജനങ്ങൾ ധാരാളം ഉണ്ടാവും. പക്ഷേ ശ്രേഷ്ഠന്മാരായിട്ടുള്ള നല്ല വിവേകമുള്ള സമൂഹത്തിലെ നായകത്വം വഹിക്കുന്ന ആളുകളൊക്കെ പറയുന്നു ഇതുതന്നെയാണ് ശരി, ഇത് തന്നെയാണ് ഉത്തമം. അപ്പോ ബാക്കിയുള്ള സദസ്സിലുള്ള എല്ലാവരും അതിനെ അനുകൂലിക്കും. അങ്ങനെ കാര്യങ്ങൾക്ക് തീരുമാനമായി. ശ്രുത്വാ ദ്വിജേരിതം രാജാ ജ്ഞാത്വാ ഹാർദം സഭാസദാം സമർഹയത് ഋഷീകേശം പ്രീതഃ പ്രണയവിഹ്വലഃ. ശ്രുത്വാ ദ്വിജേരിതം രാജാ ജ്ഞാത്വാ ഹാർദം സഭാസദാം സമർഹയത് ഋഷീകേശം പ്രീതഃ പ്രണയവിഹ്വലഃ. രാജാ യുധിഷ്ഠിരഃ ദ്വിജേരിതം ശ്രുത്വാ. ദ്വിജേരിതം, അവിടെയുള്ള ബ്രാഹ്മണരെല്ലാവരും സഹദേവനെ അനുകൂലിച്ചുകൊണ്ട് പ്രശംസിച്ചു പറഞ്ഞുവല്ലോ, അതാണ് ദ്വിജേരിതം. ദ്വിജൈഹി ഈരിതം, ദ്വിജന്മാരാൽ പറയപ്പെട്ടത്. ബ്രാഹ്മണരെല്ലാവരും പറഞ്ഞു അത് തന്നെയാണ് വേണ്ടത്, സഹദേവൻ പറഞ്ഞത് തന്നെയാണ് ഉത്തമം എന്നെല്ലാവരും അംഗീകരിച്ചപ്പോൾ സഭാസദാം ഹാർദം ജ്ഞാത്വാ. സഭാസദാം, സഭയിൽ സദസ്സിൽ ഇരിക്കുന്നവർ, സഭയിൽ ഇരിക്കുന്നവരാണ് സഭാസത്തുക്കൾ. സഭാസദാം ഹാർദം ജ്ഞാത്വ. ഹാർദം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഗമിച്ചിരിക്കുന്നത്, ഹൃദയംഗമം, ഹൃദയത്തെ സംബന്ധിച്ചത് എന്ന് വെച്ചാൽ അവരുടെയൊക്കെ ഹൃദയം, മനസ്സിലിരിപ്പ്, അവരുടെയൊക്കെ സങ്കല്പം ജ്ഞാത്വ അറിഞ്ഞിട്ട് എല്ലാവർക്കും സമ്മതമാണ് ഈ കാര്യം എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരുടെയും മുഖം പ്രസന്നമായിരിക്കുന്നു ഈ കാര്യം കേട്ടിട്ട്. ആരും മുറുമുറുക്കുന്നില്ല, ആരും എതിരഭിപ്രായം പറയുന്നില്ല, ആരും തലതാഴ്ത്തിയിരുത്തുന്നില്ല. എല്ലാവരും തെളിഞ്ഞ മുഖത്തോടുകൂടി വികസിച്ച കണ്ണുകളോടുകൂടി ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കുന്നു. അപ്പൊ അത് മനസ്സിലാക്കി. അതാണ് സഭാസദാം ഹാർദം ജ്ഞാത്വ, അവരുടെ ഹൃദയത്തിലുള്ളതിനെ അറിഞ്ഞിട്ട് പ്രീതഃ രാജാ യുധിഷ്ഠിരഃ പ്രീതഃ വളരെ സന്തോഷമുള്ളവനായി, പ്രീതിയുള്ളവനായി, പ്രണയവിഹ്വലഃ ഭക്തിപരവശനായി എന്നർത്ഥം. ഭഗവാനോടുള്ള പ്രണയം കൊണ്ട് വിഹ്വലനായിട്ട്, പരവശനായിട്ട് ഹൃഷീകേശം സമർഹയത്. എല്ലാവരുടെയും അന്തര്യാമിയായിരുന്ന എല്ലാവരുടെ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നവനായ
ആ ആത്മ ചൈതന്യമായിരിക്കുന്ന ഭഗവാനെ സമർഹയത്, സമ്യക് അർഹയത്, നന്നായി പൂജിച്ചു. വേണ്ട വണ്ണം വിധിയാവണ്ണം പൂജിച്ചു, ഭക്തിപരവശനായിട്ട്. അപ്പൊ ആ പൂജയുടെ ഭാഗമായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് വിളിച്ചു വരുത്തി ഈ അഗ്രാസനം സ്ഥാപിച്ചിട്ടുണ്ടാവും, അതിലേക്ക് പിടിച്ചിരുത്തുക. അപ്പോൾ സ്വാഗതം ചെയ്ത് ആസനസ്ഥനാക്കിയതിനു ശേഷം അർഘ്യം, പാദ്യം, ആചമനീയം മുതലായതൊക്കെ നൽകി പൂജ ആരംഭിക്കണം. അപ്പൊ ആദ്യം കാല് കഴുകണം എന്നർത്ഥം. പാദ്യം സമർപ്പിച്ച് കാല് കഴുകണം. ആ കാല് കഴുകൽ കർമ്മം ഇതാ ചെയ്യുന്നു. തത്പാദൗ അവനിജ്യാപഃ ശിരസാ ലോകപാവനീഃ സഭാര്യഃ സാനുജാമത്യഃ സകുടുംബോ വഹൻ മുദാ. തൽപാദൗ അവനിജ്യാപഃ ശിരസാ ലോകപാവനീഃ സഭാര്യഃ സാനുജാമത്യഃ സകുടുംബോ വഹൻ മുദാ. ആ ഭഗവാനെ അഗ്രാസനത്തിൽ ഇരുത്തിയിട്ട് തൽപാദൗ അവനിജ്യ, തൽപാദൗ കൃഷ്ണസ്യ പാദൗ, ആ ഭഗവാൻ കൃഷ്ണന്റെ രണ്ട് പാദങ്ങളെയും അവനിജ്യ, അവനിജ്യ എന്ന് പറഞ്ഞാൽ അവനേജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കഴുകുക. ഇപ്പൊ കാല് കഴുകിയിട്ട് ക്ഷാളനം ചെയ്തിട്ട് ആ ആപഹ, ആപഹ എന്ന് പറഞ്ഞാൽ വെള്ളം, കാല് കഴുകിയ വെള്ളം, അവനേജനം കൃത്വ തദാപഹ, അതെങ്ങനെയുള്ളത്? ലോകപാവനീഹി, ഭഗവാന്റെ പാദതീർത്ഥം ലോകങ്ങളെ മുഴുവൻ പരിശുദ്ധമാക്കുന്നതാണ്. അത് തന്നെയാണ് മുമ്പ് വാമനാവതാരത്തിൽ ത്രിവിക്രമനായപ്പോൾ ബ്രഹ്മദേവൻ ഭഗവാന്റെ പാദം കഴുകിയപ്പോൾ ആ ഗംഗയായി ഭവിച്ചത്, ലോകങ്ങളെ മുഴുവൻ പവിത്രമാക്കുന്ന ഗംഗ. ഇപ്പൊ ഭഗവാന്റെ പാദതീർത്ഥം അത് ലോകപാവനീ, ലോകങ്ങളെ പവിത്രീകരിക്കുന്ന തദാപഹ, ആ വെള്ളത്തെ, ജലത്തെ ശിരസാ അവഹത് മുദ, വളരെ മോദപൂർവം ശിരസാ അവഹത്, ശിരസാ വഹിച്ചു, ശിരസിലേക്ക് ധരിച്ചു, തന്റെ ശിരസിൽ തീർത്ഥത്തെ എടുത്ത് തളിച്ചു, നിർവൃതിയെ പ്രാപിച്ചു. ആരോടുകൂടെ? ഒറ്റയ്ക്കല്ല, സഭാര്യ, യജമാനനായ യുധിഷ്ഠിരനോടൊപ്പം ഭാര്യയായ പാഞ്ചാലിയുമുണ്ട്. ആ പാഞ്ചാലിയുടെ തലയിലും തളിച്ചു. സാനുജ, തന്റെ അനുജന്മാർ 4 പേരുണ്ട്, അവരുടെ ശിരസിലൊക്കെ തളിച്ചു. അമാത്യ, മന്ത്രിമാരുണ്ട്, അവരുടെ ശിരസിലും തളിച്ചു. സകുടുംബ, പിന്നെ ആരൊക്കെ അവിടെ കുടുംബാംഗങ്ങള് ബന്ധുക്കളൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ ശിരസിലും തളിച്ചു. അങ്ങനെ ഭഗവാന്റെ കാല് കഴുകിയതായിട്ടുള്ള വെള്ളം ആദ്യം യുധിഷ്ഠിരൻ തന്റെ ശിരസാ വഹിച്ചു, പിന്നെ പത്നിയുടെ ശിരസിൽ, അത് കഴിഞ്ഞ് അനുജന്മാരുടെ ശിരസിൽ, അത് കഴിഞ്ഞ് ബന്ധുക്കളുടെയൊക്കെ ശിരസിൽ തളിച്ചു. അങ്ങനെ സഭയിലുള്ള എല്ലാവരും ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് മുമ്പിലോട്ട് തലയിൽ നീട്ടിക്കൊണ്ട് ഭഗവാന്റെ പാദതീർത്ഥം ധരിക്കാൻ തയ്യാറായി. എല്ലാവരുടെ ശിരസിലും തളിച്ചു എന്നർത്ഥം. അങ്ങനെ എല്ലാവരും സന്തോഷിച്ചു. തൽപാദൗ അവനിജ്യാപഃ ശിരസാ ലോകപാവനീഃ സഭാര്യ സാനുജാമത്യഃ സകുടുംബോ വഹൻ മുദാ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. വാസോഭിഃ പീതകൗശേയൈർ ഭൂഷണൈശ്ച മഹാദനൈഃ അർഹയിത്വാശ്രുപൂർണാക്ഷോ നാസകത് സമവേക്ഷിതും. വാസോഭിഃ പീതകൗശേയൈഃ ഭൂഷണൈശ്ച മഹാദനൈഃ അർഹയിത്വാശ്രുപൂർണാക്ഷോ നാശകത് സമവേക്ഷിതും. ഭഗവാന് പൂജയുടെ ഭാഗമായിട്ട് വസ്ത്രം മുതലായതൊക്കെ കൊടുക്കണം. അതാണ് വാസോഭിഹി പീതകൗശേയൈഹി. പീതകൗശേയം, കൗശേയം കോശത്തിൽ നിന്ന് ഭവിച്ചത്, പട്ടുനൂൽ പുഴുവിൽ നിന്ന് ഭവിച്ചത് പട്ടുവസ്ത്രം. അത് പീതം, മഞ്ഞപ്പട്ടാണ് ഭഗവാന് പ്രിയം. അപ്പൊ മഞ്ഞപ്പട്ടുകൊണ്ട്, വാസസ്സുകളെ കൊണ്ട് വാസോഭിഹി, മഞ്ഞപ്പട്ടുകൾ വസ്ത്രമായി ഭഗവാന് സമർപ്പിച്ചു.
ഭൂഷണൈശ്ച മഹാധനൈഹി മഹാധനൈഹി ഭൂഷണൈഹി, വിലമതിക്കാനാവാത്ത അലങ്കാരങ്ങൾ, ആഭരണങ്ങൾ കൊണ്ട്, രത്നങ്ങൾ കൊണ്ടും സ്വർണം കൊണ്ടും ഒക്കെ ഉള്ളതായിട്ടുള്ള ആഭരണങ്ങളും ഒക്കെ ഭഗവാന് ചാർത്തി എന്താ പറയുക, അലങ്കരിച്ചു എന്ന് പറയാം. ഭൂഷണൈശ്ച മഹാധനൈഹി അർഹയിത്വാ, ഭഗവാനെ പൂജിച്ചിട്ട് ആ പൂജ കഴിഞ്ഞതോടുകൂടി ഇനി വേറെ ഒന്നും വേണ്ടാന്നായി ആർക്ക്? യുധിഷ്ഠിരൻ. അതാണ് അശ്രുപൂർണാക്ഷ, ആനന്ദാശ്രുക്കളെ കൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടുകൂടിയവനായി നിർവൃതി പ്രാപിച്ചു യുധിഷ്ഠിരൻ. അപ്പൊ ഭഗവാനെ വേണ്ട പോലെ ഭക്തിപൂർവം നമ്മളും പൂജിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാവമാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഭഗവാനെ പൂജിച്ച് കഴിഞ്ഞിട്ട് പിന്നെന്തെങ്കിലും പ്രസാദം കിട്ടേണ്ട കാര്യമൊന്നുമില്ല. ആ പൂജിക്കാനുള്ള അവസരം കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പൊ ഭഗവാനെ നേരിൽ പാദപൂജ ചെയ്ത നിർവൃതി ആ യുധിഷ്ഠിരൻ സ്വയം അശ്രുപൂർണാക്ഷനായി നാശകത് സമവേക്ഷിതും, സമവേക്ഷിതും ന അശകത്, ഭഗവാന്റെ നേരെ നോക്കാനോ ബാക്കി സഭയിലുള്ള ആരെങ്കിലും നോക്കാനോ അദ്ദേഹത്തിന് ശക്തി ഉണ്ടായില്ല എന്ന. കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. കണ്ണ് നിറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് എങ്ങനെ ആരെ കാണാനാ? ഒന്നും കാണാൻ പറ്റുന്നില്ല, ചുറ്റുമുള്ളവരെ ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്താ? കണ്ണ് നിർവൃതി കൊണ്ട്, ആനന്ദ നിർവൃതി കൊണ്ട് നിറഞ്ഞിട്ട്. അതാണ് നാശകത് സമവേക്ഷിതും. അപ്പോ എന്താ പറയുക, ഭഗവാന്റെ രൂപം, മനോഹരമായ രൂപം പോലും നോക്കിക്കാണാനുള്ള ശക്തി ഇല്ലാതായി എന്നർത്ഥം. ഇവിടെ നെറ്റ് പ്രോബ്ലം ഒന്നുമില്ല, ഉണ്ടെങ്കിൽ അത് അവരവർക്ക് മാത്രം. അപ്പോ എല്ലാവരും സന്തോഷിച്ചു. ഇത്തം സഭാജിതം വീക്ഷ്യ സർവേ പ്രാഞ്ജലയോ ജനാഃ നമോ ജയേതി നേമുസ്തം നിപേതുഃ പുഷ്പവൃഷ്ടയഃ. ഇത്തം സഭാജിതം വീക്ഷ്യ സർവേ പ്രാഞ്ജലയോ ജനാഃ നമോ ജയേതി നേമുസ്തം നിപേതുഃ പുഷ്പവൃഷ്ടയഃ. ഇത്തം ഇപ്രകാരം സഭാജിതം, സഭാജിതം വീക്ഷ്യ, സമ്യക് ഭാജിതം വീക്ഷ്യ, സഭാജിതം. ഭാജനമാവുക എന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് പാത്രമാവുക. സഭാജിതം, നന്നായി പൂജയ്ക്ക് പാത്രമായി ഭഗവാൻ സൽക്കരിക്കപ്പെട്ടു, നല്ലതുപോലെ സേവിക്കപ്പെട്ടു. അത് കണ്ടിട്ട് സർവേ ജനാഹ, അവിടെയുള്ള എല്ലാ ജനങ്ങളും പ്രാഞ്ജലയ, അഞ്ജലി കൂപ്പിയവരായിട്ട് കൈകൾ ശിരസിൽ കൂപ്പിക്കൊണ്ട് നമഃ ജയ ഇതി തം നേമുഹു, നമോ നമ, ജയിക്കട്ടെ ജയിക്കട്ടെ എന്നൊക്കെയുള്ള ശബ്ദങ്ങളുണ്ടായി. ഭഗവാന് നമസ്കാരം നമസ്കാരം, ഭഗവാൻ വിജയിക്കട്ടെ. ജയതു ജയതു ദേവോ ദേവകീ നന്ദനോയം, ജയതു ജയതു കൃഷ്ണോ വൃഷ്ണിവംശ പ്രദീപഃ, ജയതു ജയതു മേഘശ്യാമള കോമളാംഗോ, ജയതു ജയതു പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ. ഇങ്ങനെ ഭഗവാന് പല പേരുകൾ പറഞ്ഞ് ഓരോരുത്തരും ഭഗവാന് ജയ് വിളിച്ചു. ഭഗവാന് നമോ നമ നമോ നമ എന്ന് നമസ്കാരം ചെയ്തു. അങ്ങനെ ഇതി തം നേമുഹു, തം കൃഷ്ണം നേമുഹു, നേമുഹു എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചു, എല്ലാവരും വണങ്ങി. പുഷ്പവൃഷ്ടയഃ നിപേതുഹു, എല്ലാവരുടെ കയ്യിലും പുഷ്പങ്ങൾ ഉണ്ടായിരിക്കും. ആ സമയത്ത് പുഷ്പം വിതരണം ചെയ്തിട്ടുണ്ടാവും. ഈ സമയത്ത് എല്ലാവരും പുഷ്പം വർഷിക്കണം എന്ന് വ്യവസ്ഥയുണ്ടാവും. അല്ലേ? നമ്മളൊക്കെ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ചുറ്റുമിരിക്കുന്ന ആളുകൾ ആശീർവദിക്കാനായിക്കൊണ്ടും മറ്റുമൊക്കെ പുഷ്പങ്ങളോ അക്ഷതങ്ങളോ
ഒക്കെ നൽകും. അപ്പോൾ അത് നമ്മൾ വിവാഹവേദിയിലാണെങ്കിൽ താലി കെട്ടുന്ന മുഹൂർത്തത്തിൽ ഗട്ടിമേളം എന്ന് പറഞ്ഞ് മേളം കൊട്ടുന്നതായിട്ട് സമയത്ത് നമ്മളും അത് ആ വധൂവരന്മാരെ ആശീർവദിച്ചുകൊണ്ട് അവരുടെ ശിരസിലേക്ക് വർഷിക്കും. ഉപനയനാദി കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉപനീതനാവുന്ന ആ ബ്രഹ്മചാരിയുടെ ശിരസിൽ വർഷിക്കണം. പിറന്നാൾ ആഘോഷിക്കുന്ന കുട്ടികളുടെ ശിരസിൽ വർഷിക്കാം. ഇങ്ങനെ ഓരോ വിശേഷ സന്ദർഭങ്ങളിലും ആശീർവാദം ചെയ്യുക, പുഷ്പവൃഷ്ടി ചെയ്യുക, അക്ഷതങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുക, അതൊക്കെ പതിവാണ്. അപ്പം അതുപോലെ ഇവിടെ എല്ലാവരും ഭഗവാന് പുഷ്പവൃഷ്ടി ചെയ്തു എന്നാണ്. പൂജയായിട്ട് പുഷ്പവൃഷ്ടി ചെയ്തു, അത് നിബദിച്ചു. ഇനി ദേവന്മാരും മറ്റുമൊക്കെ ദേവലോകത്തുനിന്നും അവരൊക്കെ ഇവിടെ സാന്നിധ്യം ചെയ്യുന്നുണ്ട്. എല്ലാവരും അവരുടെ സങ്കല്പം കൊണ്ട് തന്നെ പുഷ്പമുണ്ടാക്കും. അങ്ങനെ പുഷ്പങ്ങളെ കൊണ്ട് വർഷിച്ചു. ഇത്തം നിശമ്യതമഘോഷസുതസ്വപീഡാത് ഉത്ഥായ കൃഷ്ണഗുണവർണ്ണനജാതമന്യുഃ ഉക്ഷിപ്യ ബാഹും ഇതമാഹ സദസ്യമർഷി സംസ്രാവയൻ ഭഗവതേ പരുഷാണ്യഭീതഃ. ഇത്തം നിശമ്യതമഘോഷസുതസ്വപീഡാത് ഉത്ഥായ കൃഷ്ണഗുണവർണ്ണനജാതമന്യുഃ ഉക്ഷിപ്യ ബാഹുമിതമാഹ സദസ്യമർഷി സംസ്രാവയൻ ഭഗവതേ പരുഷാണ്യഭീതഃ. ഇത്തം ഇപ്രകാരം എല്ലാവരും ഭഗവാനെ സ്തുതിക്കുകയും പൂജിക്കുകയും ചെയ്യുമ്പോൾ ദമഘോഷസുതഃ നിശമ്യ, ദമഘോഷൻ ചേതി രാജാവ്, അദ്ദേഹത്തിന്റെ സുതൻ ശിശുപാലൻ. അപ്പൊ ചേതി രാജാവിന്റെ പുത്രനായ ശിശുപാലൻ ഇത് കേട്ടിട്ട് നിശമ്യ കൃഷ്ണഗുണവർണ്ണന ജാതമന്യുഃ, കൃഷ്ണന്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്നത് കേട്ട് മന്യു ജാതമായിട്ട്, കോപം ഉണ്ടായവനായിട്ട്, കോപിച്ചവനായിട്ട്. ഇപ്പൊ ഭഗവാന്റെ വർണ്ണനം കേൾക്കുമ്പോൾ അസൂയ കൊണ്ട്, മത്സരം കൊണ്ട് കോപമുണ്ടായി. താനാണ് പൂജാർഹൻ, തന്നേക്കാൾ കേമനൊന്നുമല്ല ഈ കൃഷ്ണൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ള ഭാവമാണ് ശിശുപാലനുള്ളത്. അതുകൊണ്ട് കൃഷ്ണനെ പൂജിച്ചപ്പോൾ അസഹിഷ്ണുത അദ്ദേഹത്തിന്റെ പ്രകടമാവുകയാണ്. ഉടനെ തന്നെ ജാതമന്യുവായിട്ട് സ്വപീഡാദുത്ഥായ, താൻ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു, ചാടി എഴുന്നേറ്റു കോപത്തോടുകൂടെ. ബാഹും ഉക്ഷിപ്യ, കൈകളെ മുകളിലേക്ക് പൊക്കിക്കൊണ്ട്, ഉക്ഷേപിച്ചുകൊണ്ട്, അല്ലേ, അന്തരീക്ഷത്തിലേക്ക് മുഷ്ടി ചുരുട്ടി സിന്ദാബാദ് വിളിക്കും പോലെ പ്രകടിപ്പിച്ചുകൊണ്ട്, ബാഹും ഉക്ഷിപ്യ അമർഷീ, ക്രോധം അടക്കാൻ പറ്റാത്തവനായിട്ട്, അഭീതഃ, ഭയമില്ലാത്തവനായിട്ട്. സദസ്സിൽ താൻ ഒറ്റയ്ക്കാണ്, ബാക്കി എല്ലാവരും കൃഷ്ണനെ പൂജിക്കുന്നു, താൻ മാത്രം ഒറ്റയ്ക്കാണ്. പക്ഷെ ഭയമില്ല. ആരാ മോൻ? ഹിരണ്യകശിപുക്കായിരുന്ന ആളല്ലേ, പിന്നെ ഭയം ഉണ്ടാവുമോ? ഹിരണ്യകശിപുവിന് നരസിംഹത്തെ കണ്ടപ്പോൾ ഭയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ശിശുപാലനും ഭയമില്ലാതെ അഭീതഃ ഭഗവതേ പരുഷാണി സംസ്രാവയൻ, ഭഗവതേ ഭഗവാനായിക്കൊണ്ട് പരുഷങ്ങളെ ശ്രവിപ്പിച്ചുകൊണ്ട്, കേൾപ്പിച്ചുകൊണ്ട് സദസി ഇതമാഹ, ആ സദസ്സിൽ ഇപ്രകാരം പറയുകയാണ് എന്നർത്ഥം. അപ്പോ ജയവിജയന്മാരാണ് ശിശുപാലനും ദന്തഭക്തനും. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ ഭഗവാനോട് ഭക്തിയൊക്കെ ഉണ്ട് ആന്തരത്തില്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് അത് പ്രകടമാകുന്നത്. ദ്വേഷരൂപത്തിലാണത് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ കോപത്തോടുകൂടി ഭഗവാനെ നിന്ദിക്കാനായിക്കൊണ്ട് പുറപ്പെടുകയാണ്. ഭഗവാനെ ആര് നിന്ദിക്കാൻ പുറപ്പെട്ടാലും സരസ്വതീ ദേവി അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ നിന്ദയൊക്കെ വന്ദനമായി മാറുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ശിശുപാലന്റെ ഭഗവാന് ചെയ്യുന്നതായിട്ടുള്ള നിന്ദാവചനങ്ങളൊക്കെ തന്നെ മറ്റൊരു തരത്തിലും വ്യാഖ്യാനിക്കാവുന്നതാണ്. അതെല്ലാം ഭഗവാന്റെ ആ നിർഗുണ നിരാകാരമായിരിക്കുന്ന തത്വത്തെ സൂചിപ്പിക്കുന്നതുമാണ്. ബ്രഹ്മപദത്തെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള പ്രയോഗങ്ങളാണ് ഈ ശിശുപാലൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ശിശുപാലന്റെ വചനങ്ങൾ ആദ്യം നോക്കാം.
ഈശോ ദുരത്യയകാലഃ ഇതി സത്യവതി ശ്രുതിഃ വൃദ്ധാനാമപി യദ്ബുദ്ധിഃ ബാലവാക്യൈർവിഭിദ്യതേ. ഈശോ ദുരത്യയകാലഃ ഇതി സത്യവതി ശ്രുതിഃ വൃദ്ധാനാമപി യദ്ബുദ്ധിഃ ബാലവാക്യൈർവിഭിദ്യതേ. ഈ കാലത്തിന്റെ ഒരു പോക്കേ എന്ന് പറയില്ലേ നമ്മള്, കാലത്തിന്റെ ഒരു വൈഭവം ആളുകൾക്ക് ഒരു വകതിരിവില്ലാതായിരിക്കണം. നമ്മളൊക്കെ സാധാരണ കലികാലത്തെക്കുറിച്ച് പറയാറുണ്ട് അല്ലേ? കലികാലം ആളുകളൊക്കെ ദുഷിച്ചിരിക്കുന്നു, എല്ലായിടത്തും മായം, എല്ലായിടത്തും കൊള്ളരുതായ്മ, അഴിമതി എല്ലാം നടക്കുന്നു എന്ന് പറയും പോലെ ഇവിടെ പറഞ്ഞു തുടങ്ങുകയാണ്. ഹോ കാലഃ ഈശഃ ദുരത്യയഃ ഇതി ശ്രുതിഃ സത്യവതി. ഇതി ശ്രുതിഃ ഇങ്ങനെയുള്ള വാക്യം എന്നർത്ഥം. ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. എന്താ കേട്ടിട്ടുള്ളത്? കാലഃ ഈശഃ ദുരത്യയഃ. കാലമുണ്ടല്ലോ അത് ഈശ്വരനാണ്, അതിനെ അതിക്രമിക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ കാലത്തിന്റെ ശക്തി, കാലത്തിന്റെ വൈഭവം ദുരത്യയമാണെന്ന് ശ്രുതി സത്യവതി. സത്യവതി എന്നുള്ളത് ശ്രുതിക്കുള്ള വിശേഷണമാണ്. അത് സത്യം തന്നെയാണ്, സത്യവത്താണ് എന്നർത്ഥം. സത്യവത്ത് എന്നത് നപുംസകലിംഗം, സത്യവതി എന്നുള്ളത് ശ്രുതിക്ക് വിശേഷണമായപ്പോൾ സ്ത്രീലിംഗമായതാണ്. അല്ലാതെ വേറെ ഏതെങ്കിലും സത്യവതി എന്ന കഥാനായികമാരൊന്നും അല്ല ഇവിടെ. സത്യവത്ത് എന്ന പ്രയോഗം സ്ത്രീലിംഗത്തിൽ സത്യവതി എന്നാകുന്നു, പുല്ലിംഗത്തിൽ സത്യവാൻ എന്നാകുന്നു. ഇവിടെ സ്ത്രീലിംഗമാണ് ശ്രുതി എന്ന പ്രയോഗം, അതുകൊണ്ട് സത്യവതി എന്ന് വിശേഷണം. അപ്പോ ഈ എന്നുള്ള ശ്രുതി ഉണ്ടല്ലോ അത് സത്യവത് തന്നെയാണ്, സത്യമായി ഭവിച്ചിരിക്കുന്നു. യത് എന്തെന്നാൽ വൃദ്ധാനാമപി ബുദ്ധി ബാലവാക്യൈ വിഭിദ്യതേ. കാലത്തിന്റെ ഒരു പോക്കേ. വൃദ്ധാനാമപി ബുദ്ധി, നല്ല അറിവുള്ള വൃദ്ധന്മാരായിട്ടുള്ള ആളുകളുടെ ബുദ്ധി പോലും ബാലവാക്യൈ വിഭിദ്യതേ, ഈ പിള്ളേരുടെ വാക്ക് കേട്ടിട്ട് ഭേദിച്ചിരിക്കുന്നു. ആരവിടെ ബാലൻ? സഹദേവൻ, ഉള്ളതിലേക്ക് വെച്ച് ചെറിയവൻ അല്ലേ? അപ്പൊ ഈ ബാലവാക്യത്താൽ ഭേദിക്കപ്പെട്ടിരിക്കണു. അവർക്കൊക്കെ ബുദ്ധിഭേദമുണ്ടായിരിക്കണു. വൃദ്ധന്മാരൊക്കെ തലതിരിഞ്ഞവരായിരിക്കണു ഈ കുട്ടികളുടെ വാക്ക് കേട്ടിട്ട്, ഈ പിള്ളേരുടെ വാക്ക് കേട്ടിട്ട്. കാലത്തിന്റെ ഒരു പോക്ക്, കാലത്തെ നിയന്ത്രിക്കാൻ ആർക്കും ആവില്ല എന്ന് ഒരു പരിഭവം, തന്റെ ഇച്ഛാഭംഗം ഈ രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. ഈശോ ദുരത്യയകാലഃ ഇതി സത്യവതി ശ്രുതിഃ വൃദ്ധാനാമപി യദ്ബുദ്ധിഃ ബാലവാക്യൈർവിഭിദ്യതേ. യൂയം പാത്രവിദാം ശ്രേഷ്ഠാഃ മാമന്ധ്വം ബാലഭാഷിതം സദസസ്പദയഃ സർവേ കൃഷ്ണോ യത് സമ്മതോർഹണേ. സദസ്സിലെ പതികളായിരിക്കുന്നവരെ സംബോധന സദസസ്പദയഃ, അല്ലയോ സദസ്സിൽ നായകന്മാരായിരിക്കുന്നവരെ, സദസ്സിന്റെ ശ്രേഷ്ഠരായിരിക്കുന്ന നായകന്മാരെ, യോഗ്യന്മാരായിരിക്കുന്നവരെ. യൂയം പാത്രവിദാം ശ്രേഷ്ഠാഃ, നിങ്ങൾ പാത്രമറിയുന്നവരിൽ വെച്ച് ശ്രേഷ്ഠരല്ലേ? ആരെ പൂജിക്കണം, ആരാണ് പൂജയ്ക്ക് പാത്രം എന്ന് പാത്രത്തെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ സമർത്ഥരായിരുന്നുവല്ലോ. ഇപ്പൊ എന്തേ ഇങ്ങനെയായിരിക്കുന്നത്? സർവേ കൃഷ്ണ അർഹണേ സമ്മതഃ യത് ബാലഭാഷിതം മാമന്ധ്വം. നിങ്ങളെല്ലാവരും എന്നെ ശ്രവിക്കുവിൻ. സർവേ യൂയം സർവേ കൃഷ്ണ അർഹണേ സമ്മതഃ യത്. കൃഷ്ണൻ പൂജയ്ക്ക് അർഹനാണ്, യോഗ്യനാണ് എന്നുള്ള കാര്യത്തിൽ ബാലഭാഷിതം മാമന്ധ്വം. ഈ ചെക്കൻ പറഞ്ഞ വാക്കിനെ, ഈ ബാലൻ പറഞ്ഞ വാക്കിനെ നിങ്ങൾ മനിക്കാതിരിക്കുവിൻ, ഗണിക്കാതിരിക്കുവിൻ. യൂയം മാമന്ധ്വം
മന്ധ്വം എന്ന് പറഞ്ഞാൽ മാ എന്നുള്ളത് ഈ അരുത് എന്നുള്ളത്. നിങ്ങൾ മനിക്കരുത്. മനിക്കുക എന്ന് പറഞ്ഞാൽ ഗണിക്കുക, പരിഗണിക്കുക, ചിന്തിക്കുക, നിശ്ചയിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പൊ യൂയം മാ മന്ധ്വം, നിങ്ങൾ അതിനെ സ്വീകരിക്കരുത്, അതിനെ നിശ്ചയിക്കരുത്. പിള്ളേര് പലതും പറയും, അതിനെ സത്യമായി എടുക്കരുത്. അപ്പൊ പൂജ തുടങ്ങിയിട്ടേ ഉള്ളൂ, പാദപൂജ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ ചാടി എഴുന്നേൽക്കുകയാണ്. അല്ല, പാദപൂജയല്ല, വസ്ത്രാദികളൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു. എന്തായാലും ഇനിയും വൈകിട്ടില്ല, ആളെ മാറ്റി വേറെ ആരെങ്കിലും പൂജിക്കാൻ നോക്കിക്കോളൂ എന്ന മട്ടിലാണ് തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്. അപ്പോ ശ്രീകൃഷ്ണൻ പൂജാർഹനാണ് എന്ന് സഹദേവൻ പറഞ്ഞത് ബാലഭാഷിതം ആണ്, അതിനെ നിങ്ങൾ കണക്കാക്കരുത് എന്ന് പ്രത്യക്ഷമായ അർത്ഥം. പക്ഷെ പരോക്ഷമായിട്ടുള്ളത് ബാലഭാഷിതം ഇതി മാമന്ധ്വം എന്ന് സരസ്വതി ദേവിയുടെ ലീല. കുട്ടി പറഞ്ഞതാണ്, ഒരു ചെക്കൻ പറഞ്ഞതാണ് എന്ന് നിങ്ങൾ കരുതരുത് കേട്ടോ. അതിന് കാര്യമായിട്ടെടുത്ത് വേണ്ട പോലെ പൂജിക്കണം എന്നും ദ്വയാർത്ഥം. ബാലഭാഷിതം ഇതി മാമന്ധ്വം, ബാലഭാഷിതമാണ്, കുട്ടി പറഞ്ഞതാണ് എന്ന് കരുതരുത് കേട്ടോ. സീരിയസ് ആയിട്ട് തന്നെ എടുക്കണേ, കൃഷ്ണനെ തന്നെ പൂജിക്കണേ എന്ന് പറയാതെ പറഞ്ഞു. യൂയം പത്രവിദാം ശ്രേഷ്ഠാഃ മാമന്ധ്വം ബാലഭാഷിതം സദസസ്പതയഃ സർവേ കൃഷ്ണോ യത് സമ്മതോർഹണേ. തപോ വിദ്യാവ്രതധരാൻ ജ്ഞാനവിദ്വസ്തകൽമഷാൻ പരമർഷീൻ ബ്രഹ്മനിഷ്ഠാൻ ലോകപാലൈശ്ച പൂജിതാൻ സദസസ്പതീൻ അതിക്രമ്യ ഗോപാലഃ കുലപാംസനഃ യഥാ കാഗഃ പുരോഡാശം സപര്യാം കഥമർഹതി. തപോ വിദ്യാവ്രതധരാൻ ജ്ഞാനവിദ്വസ്തകൽമഷാൻ പരമർഷീൻ ബ്രഹ്മനിഷ്ഠാൻ ലോകപാലൈശ്ച പൂജിതാൻ സദസസ്പതീനതിക്രമ്യ ഗോപാലകുലപാംസനഃ യഥാ കാഗഃ പുരോഡാശം സപര്യാം കഥമർഹതി. ഈ സദസ്സില് എത്ര കേമന്മാരിപ്പുണ്ട്, എന്തെല്ലാം യോഗ്യതകളുള്ളവർ. തപോ വിദ്യാവ്രതധരാൻ, തപസ്സിനെ ധരിച്ചിരിക്കുന്നവർ എത്ര പേർ, വിദ്യ അഥവാ ജ്ഞാനമുള്ളവർ എത്ര പേർ, വ്രതങ്ങളുള്ള കഠിന തപസ്സുള്ള കഠിന വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവർ എത്ര പേർ, ജ്ഞാനവിദ്വസ്ത കൽമഷാൻ, ജ്ഞാനം കൊണ്ട് എല്ലാ പാപങ്ങളെയും നശിപ്പിച്ചവരായ പുണ്യാത്മാക്കൾ എത്ര പേരിവിടെയുണ്ട്. ബ്രഹ്മനിഷ്ഠാൻ, ബ്രഹ്മനിഷ്ഠയുള്ളവരായ ബ്രഹ്മജ്ഞാനത്തിൽ ഉറച്ചിരിക്കുന്ന പരമർഷീൻ, പരമന്മാരായ ഋഷീശ്വരന്മാരെ, അതുപോലെ ലോകപാലൈശ്ച പൂജിതാൻ, ലോകപാലന്മാരാൽ പോലും പൂജിക്കപ്പെടുന്ന മഹാത്മാക്കൾ ഇവിടെയുണ്ട്. അങ്ങനെയുള്ള സദസസ്പതി, സദസ്സിന്റെ നായകന്മാരായിട്ടുള്ള ആളുകളെ അതിക്രമ്യ, അവരെയെല്ലാം അതിക്രമിച്ച്, അവരെയെല്ലാം അവഗണിച്ച് കവച്ചു വെച്ച്, ഇവരെയൊക്കെ അതിക്രമിക്കാൻ പാടുള്ളതാണോ? അല്ലേ അല്ല. അപ്പൊ അവരെയൊക്കെ പൂജിക്കുന്നതിന് പകരം അവരെ അതിക്രമിച്ച് അക്രമം കാണിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ ഗോപാലഃ കുലപാംസനഃ കഥം സപര്യാമർഹതി. ഈ ഗോപാലൻ, പശുക്കളെ മേച്ചു നടന്നവൻ, കുലപാംസനഃ, ഈ കുലത്തിന് നാശത്തെ കളങ്കത്തെ ജനിപ്പിക്കുന്നവൻ, നാണക്കേടുണ്ടാക്കുന്നവൻ, ഇവനെയൊക്കെ എൻ്റെ ബന്ധുവാണെന്ന് പറയാൻ എനിക്ക് മടിയാണ്. ശിശുപാലനെ സംബന്ധിച്ച് തൻ്റെ അമ്മാവന്റെ മകനാണ്. ശിശുപാലന്റെ അമ്മ വസുദേവരുടെ സഹോദരിയാണ്. അപ്പൊ എൻ്റെ അമ്മാവന്റെ മകനാണ് എന്ന് പറയാൻ നാണക്കേടുണ്ടാക്കുന്ന പ്രവൃത്തികളെ ഇവൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. കുലപാംസനഃ, കുലത്തിന് കളങ്കമുണ്ടാക്കുന്നവൻ, നാണക്കേടുണ്ടാക്കുന്നവൻ. അങ്ങനെയുള്ള ഗോപാലഃ, പശുക്കളെ മേച്ചു നടന്ന് വെണ്ണ കട്ടു നടന്ന് സ്ത്രീകളുടെ വസ്ത്രമെല്ലാം കട്ടു നടന്നവനായിട്ടുള്ള ചെറുക്കൻ.
അങ്ങനെയുള്ളവൻ എങ്ങനെ സപര്യാം കഥം അർഹതി, സപര്യയെ എങ്ങനെ അർഹിക്കുന്നു? എപ്രകാരമാണ് അവൻ പൂജയെ അർഹിക്കുന്നത്? ഇവൻ പൂജാർഹനല്ല എന്ന് പ്രത്യക്ഷമായിട്ട് അർത്ഥം പറയണം. ഏതുപോലെ യഥാ കാഗഃ പുരോടാശം, പുരോടാശം എന്ന് പറഞ്ഞാൽ യാഗത്തിൽ സമർപ്പിക്കാനുള്ള ഹവിസ്. ആ ഹവിസ് യാഗഭാഗം കാക്ക കൊത്തിയിട്ട് പോകുന്ന പോലെയായി. ദേവന്മാർക്ക് സമർപ്പിക്കാനായിക്കൊണ്ട് ഇതം ഇന്ദ്രായ സ്വാഹ എന്ന് പറഞ്ഞ് ഇന്ദ്രന് സമർപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ വരുണായ സ്വാഹ വായവേ സ്വാഹ എന്നൊക്കെ പറഞ്ഞ് സമർപ്പിക്കാൻ നിൽക്കുമ്പോൾ അതിനെ തന്നെ വന്ന് കാക്ക കൊത്തിയിട്ട് പോയാൽ എങ്ങനെ ഇരിക്കും? കാക്ക കൊത്തിയത് പിന്നെ ദേവന്മാർക്ക് സമർപ്പിക്കാൻ പറ്റുമോ? അതുപോലെ കളങ്കമായി ഇവന് പൂജ ചെയ്തതോടുകൂടിയിട്ട്. ഇത്രയും വലിയ കേമന്മാരൊക്കെ ഉണ്ട്, ഇവരെ പൂജിക്കുന്നതിന് പകരം ഈ ചെറുക്കനെ പൂജിച്ച് ഈ ഗോപാലനെ പൂജിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് മുഴുവൻ, ഈ യാഗം മുഴുവൻ കളങ്കപ്പെട്ടു. കാക്ക വന്ന് ഹവിസ് കൊത്തിക്കൊണ്ടുപോയതുപോലെ യഥാ കാക പുരോടാശം സപര്യാം കഥമർഹതി, സപര്യാം കഥമർഹതി. ഇനിയും പല പ്രാവശ്യം ചോദിക്കേണ്ട ഓരോ ശ്ലോകങ്ങളിലും സപര്യാം കഥമർഹതി, എങ്ങനെ ഇവൻ പൂജയെ അർഹിക്കും, എങ്ങനെ ഇവൻ പൂജയെ അർഹിക്കും? അപ്പോ ദുര്യോധനൻ പറയുന്നത് വാസ്തവം തന്നെയാണ്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനും അല്ലെങ്കിൽ രൂപമില്ലാത്തവനും നിരാകാരൻ നിർഗുണൻ എല്ലാമായിരിക്കുന്ന ഈ ഭഗവാനെ എങ്ങനെ പൂജിക്കാൻ പറ്റും? ആർക്ക് പൂജിക്കാൻ പറ്റും? ഭഗവാനെ പൂജിക്കണമെങ്കിൽ, ഭഗവാന് കാല് കഴുകണമെങ്കിൽ കാലെവിടെയെന്ന് ആദ്യം കണ്ടുപിടിക്കണ്ടേ? ഭഗവാന്റെ കാല് എവിടെയാണെന്ന് നോക്കുമ്പോൾ പാദോസ്യ വിശ്വാഭൂതാനി, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് അവന്റെ കാല്. അപ്പൊ പിന്നെ എങ്ങനെ അവനെ പൂജിക്കാൻ പറ്റും? എവിടെ കൊണ്ടുപോയിട്ടാ, എവിടുന്നാ തുടങ്ങുക, എവിടെ അവസാനിപ്പിക്കുക പാദം കഴുകല്? ഇപ്പൊ പൂജ കഴിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു രൂപം വേണം. നമ്മൾ അതിനാണ് പൂജ കഴിക്കാൻ ഭഗവാനെ ഒരു വിഗ്രഹത്തിലേക്ക് ആവഹിക്കുന്നത്. സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ പൂജിക്കാനാവില്ല. പൂജയ്ക്ക് ഒരു ലൊക്കേഷൻ വേണം, ഒരു ആലംബം വേണം, എന്തെങ്കിലും ഒരു ആലംബനം വേണം. ഒരു വിഗ്രഹമോ ഒരു വിളക്കോ ഒരു കലശമോ ഒരു പാദുകമോ ഒരു പത്മമോ എന്തെങ്കിലും ഒരു ആലംബനം ഉണ്ടെങ്കിലേ, ഒരു ലിംഗമോ ഒരു സാളഗ്രാമമോ എന്തെങ്കിലും ഒരു സാധനം വേണം പൂജിക്കാനായിക്കൊണ്ട്. അപ്പൊ പരിമിതമായ ഏതെങ്കിലും ഒരു വസ്തുവിനെ മുമ്പിൽ വെച്ചുകൊണ്ടേ നമുക്ക് അതിൽ അഭിഷേകാദികളും പൂജാദികളും ഒക്കെ സമർപ്പിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനും വാസ്തവത്തിൽ കാലദേശങ്ങളെ അതിക്രമിച്ചു നിൽക്കുന്നവനും കാലെവിടെ കയ്യെവിടെ മുഖമെവിടെ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തവനുമായിരിക്കുന്ന അനന്തനായ ഭഗവാനെ എങ്ങനെ പൂജിക്കാനാണ്? കഥം സപര്യാമർഹതി. ഇപ്പൊ ഗോപാലഹ എന്നുള്ളതായിട്ടുള്ള പ്രയോഗമെല്ലാം അതിൻ്റെ തത്വാർത്ഥത്തിലെടുത്താലോ ഈ ഗോക്കളായിരിക്കുന്ന പ്രപഞ്ചത്തെ മുഴുവൻ പാലിക്കുന്നവൻ. എല്ലാം ഗോക്കളാണ്. ഈ പ്രപഞ്ചത്തിലെ സകലതും ചരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, ഗമിക്കുന്നതെല്ലാം ഗോക്കളാണ്. അതിനെയെല്ലാം പാലിക്കുന്നവനാണ് ഭഗവാൻ. ഈ പ്രപഞ്ചം ജഗത്താണ്, ഗമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഇതിനെ മുഴുവൻ പരിപാലിക്കുന്നവൻ ജഗന്നാഥൻ തന്നെയാണ് ഗോപാലൻ. കുലപാംസനഹ, കുലത്തിന് കളങ്കമുണ്ടാക്കിയവൻ എന്നൊക്കെ പറയുന്നു. ഇവിടെ വാസ്തവത്തിൽ ഭഗവാന് വല്ല കുലമും ഉണ്ടോ? ഭഗവാൻ ജനിച്ചിട്ടുണ്ടെങ്കിലല്ലേ കുലം എന്ന് പറയാൻ പറ്റുള്ളൂ. ഏതെങ്കിലും കുലത്തിൽ ഭഗവാൻ ജനിച്ചിട്ടുണ്ടോ? ഭഗവാൻ ജന്മരഹിതനാണ്. ഒറിജിനലി
താത്വികമായി ചിന്തിച്ചാൽ ഒരു കുലത്തിലും പെടാത്തവനാണ്, കുലങ്ങൾക്കൊക്കെ അതീതനാണ് ഭഗവാൻ, ജനിക്കാത്തത് കൊണ്ട്, അജനായതുകൊണ്ട്. അപ്പോൾ ഏതെങ്കിലും കുലത്തിന്റെ പേരിൽ ബന്ധിക്കാൻ, പരിമിതപ്പെടുത്താൻ സാധ്യമല്ല. അപ്പൊ എന്തായാലും ഭഗവാനെ ദുരുദ്ദേശത്തോടുകൂടി നിന്ദയാണ് പറയുന്നതെങ്കിലും വാസ്തവമാണതല്ല. പരമാർത്ഥിക തലത്തിൽ ഭഗവാന്റെ സ്തുതിയാണതെല്ലാം. ഭഗവാനെ പൂജിക്കാൻ ആർക്കും ആവില്ല. സപര്യാം കഥമർഹതി. അപ്പോ നിർഗുണമായ ബ്രഹ്മത്തെ സഗുണങ്ങളായ പൂജാദ്രവ്യങ്ങളെ കൊണ്ട് എങ്ങനെ പൂജിക്കാൻ, ആർക്ക് പൂജിക്കാൻ കഴിയും? ഇതാണ് തുടർന്നും പറയുന്നത്. അതുകൊണ്ട് ഭഗവാനെ പൂജിക്കുകയല്ല വേണ്ടത്, ഭഗവാനെ തത്വമറിഞ്ഞ് ധ്യാനിച്ച് ഭഗവാനുമായി ഐക്യം പ്രാപിക്കുക, അതാണ് വേണ്ടത്. ഞാനിപ്പോൾ അതാ ചെയ്യാൻ പോണെന്നാണ് ശിശുപാലൻ പറയുന്നതിൻ്റെ താല്പര്യം. ഞാൻ ഭഗവാനിൽ ലയിക്കാൻ പോവുകയാണ്, പൂജ ചെയ്യാനൊന്നും ഞാനില്ല. നിങ്ങളൊക്കെ പൂജ ചെയ്തോളൂ, അജ്ഞന്മാര് ബാലന്മാര്, നിങ്ങൾ പൂജിച്ചോളൂ. ഞാൻ പൂജയ്ക്കും അപ്പുറത്തേക്ക് ഭഗവാനിൽ വിലയിക്കാനായി പോവുകയാണ്, തത്വമസി മഹാവാക്യത്തെ ധ്യാനിച്ചുകൊണ്ട്. ഇതാണ് ശിശുപാലന്റെ ഭാവം. ഒരു തലത്തിൽ ചിന്തിക്കാം. വർണ്ണാശ്രമകുലാഭേദഃ സർവധർമ്മ ബഹിഷ്കൃതഃ സ്വൈരഭർത്തി ഗുണൈർഹീനഃ സപര്യാം കഥമർഹതി. വർണ്ണാശ്രമകുലാഭേദഃ സർവധർമ്മ ബഹിഷ്കൃതഃ സ്വൈരവർത്തി ഗുണൈർഹീനഃ സപര്യാം കഥമർഹതി. ഭഗവാൻ വർണ്ണ ആശ്രമ കുല അഭേദഃ, വർണ്ണം ഏത് വർണ്ണത്തിൽ പെടുത്തണം ഭഗവാനെ? എല്ലാ വർണ്ണങ്ങളെയും അതിക്രമിച്ചവനാണ് ഭഗവാൻ. ആശ്രമം ഏത് ആശ്രമത്തിൽ പെടുത്തണം ഭഗവാനെ? ബ്രഹ്മചാരിയാണോ, ഗൃഹസ്ഥനാണോ, വാനപ്രസ്ഥനാണോ, സന്യാസിയാണോ? ഭഗവാൻ ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ? ഏത് പട്ടികയിലേക്കാണ് ഭഗവാനെ പെടുത്തുക? ഒന്നിലും പെടുത്താൻ പറ്റില്ല. അത് ഇനിയിപ്പോൾ ഈ രാജസൂയ യാഗം കഴിഞ്ഞ് സാൽവനെ വധിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ സൗഭം എന്ന വിമാനത്തെ ഭഗവാൻ തകർക്കാൻ പോകുന്നുണ്ട്. ആ സൗഭത്തെ തകർക്കണമെങ്കിൽ ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽപ്പെട്ട ആർക്കും അത് തകർക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു വരം മഹാദേവനിൽ നിന്ന് മേടിച്ച് സാൽവൻ ആ സൗഭം എന്ന വിമാനത്തെ സ്വന്തമാക്കിയതാണ്. ബ്രഹ്മസൃഷ്ടിയിൽപ്പെട്ട ആർക്കും നശിപ്പിക്കാൻ പറ്റാത്തതാണ് ആ സൗഭം എന്ന വിമാനം. അതിനെ ഭഗവാൻ നശിപ്പിക്കുമ്പോൾ അവിടെ മഹാദേവന്റെ വാക്കുകൾ വ്യർത്ഥമാവുകയല്ല, അർത്ഥമില്ലാതാവുകയല്ല. പിന്നെയോ ഭഗവാൻ ഈ ലിസ്റ്റിലൊന്നും പെടുത്താൻ പറ്റാത്ത ആളാണെന്ന് കാണിക്കുകയാണ്. ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽപ്പെട്ട ഒരു പട്ടികയിലേക്കും ഭഗവാനെ ചേർക്കാൻ പറ്റില്ല. എല്ലാറ്റിനും അതീതനാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. വർണ്ണമില്ല അവന്, ആശ്രമമില്ല അവന്, കുലങ്ങളില്ല. വർണ്ണാശ്രമ കുല അപേദ. ഇവിടെ നിന്ദ ആയിട്ടാണ് അപേദൻ എന്ന് പറയുന്നത്. അപേദൻ എന്ന് പറഞ്ഞാൽ അതിനെയെല്ലാം ഉപേക്ഷിച്ചവൻ, അതിനെയെല്ലാം അതിക്രമിച്ചവൻ, രഹിതൻ എന്നൊക്കെ അർത്ഥം. വർണ്ണരഹിതൻ, ആശ്രമരഹിതൻ, കുലരഹിതൻ. ഇതിലേതെങ്കിലും ഒന്നിൽ പെടുത്തിയാലല്ലേ അവനെ ബഹുമാനിക്കാൻ പറ്റുള്ളൂ എന്നാണ് ചോദ്യം. പക്ഷെ വാസ്തവത്തിൽ നിർഗുണ നിരാകാരനായിരിക്കുന്ന ഭഗവാനെ ഏതു വർണ്ണത്തിൽ കൊണ്ട് കെട്ടും? ഈശ്വരന് വർണ്ണമുണ്ടോ? ബ്രാഹ്മണ കൃഷ്ണൻ, ക്ഷത്രിയ കൃഷ്ണൻ എന്നൊക്കെ പൂജിക്കാൻ പറ്റുമോ? ശ്രീനാരായണ ഗുരുദേവൻ അത് തന്നെയാ ചോദിച്ചത്. ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് മഹാദേവ പ്രതിഷ്ഠ ചെയ്തപ്പോൾ ആരൊക്കെയോ ചെന്ന് ചോദ്യം ചെയ്യാൻ ചെന്നു. നിങ്ങൾക്കെങ്ങനെ പ്രതിഷ്ഠിക്കാനുള്ള അധികാരമുണ്ടായി? ഇത് ഞങ്ങൾ ബ്രാഹ്മണർക്ക്
ഉള്ള അവകാശമാണ്, അധികാരമാണ് എന്ന് പറഞ്ഞ് ചില ബ്രാഹ്മണർ അദ്ദേഹത്തെ നിന്ദിക്കാനായിട്ട് ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഞങ്ങളുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്, ബ്രാഹ്മണ ശിവനെ അല്ല, ഈഴവ ശിവനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ പിന്നീട് ആളുകൾ പറഞ്ഞു ചേർത്തതാണ്. ഈഴവ ശിവനില്ല, അത് പറയുന്ന വിഡ്ഢിയല്ല ശ്രീനാരായണ ഗുരുദേവൻ. ശിവനെ ഈഴവനാക്കാൻ സാധ്യമല്ല, അതറിയുന്ന ആളാണ് ജ്ഞാനിയായിട്ടുള്ള നാരായണ ഗുരുദേവൻ. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല, ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് പറഞ്ഞിട്ടില്ല, നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ്. കാരണം ശിവൻ എല്ലാവരുടേതുമാണ്, ആർക്കും ഏത് ഭാവത്തിലും ശിവനെ പ്രതിഷ്ഠിക്കാം. ഈഴവ ശിവൻ എന്നുള്ള പ്രയോഗം തെറ്റാണ്, നാരായണ ഗുരുദേവൻ പ്രയോഗിച്ചിട്ടില്ല. അത് പിന്നീട് കഥകൾ ഉണ്ടാക്കിയതാണ് ആരൊക്കെ. നാരായണ ഗുരുദേവനെ കുറിച്ച് കഥകൾ ഇഷ്ടം പോലെ ഓരോരുത്തരും ഉണ്ടാക്കുന്നുണ്ടല്ലോ. രാഷ്ട്രീയക്കാർക്ക് സൗകര്യം പോലെ അദ്ദേഹം ഹിന്ദു സന്യാസിയല്ല എന്ന് ആവർത്തിച്ച് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം നാരായണ ഗുരു ജയന്തിയിൽ ആ സഭയിൽ തന്നെ പോയി വിഡ്ഢിത്തരം വിളമ്പും. നാരായണ ഗുരുദേവൻ പള്ളികളാണ് സ്ഥാപിച്ചത്, കുറെ മോസ്കുകളും സ്ഥാപിച്ചു, കുറെ കുരിശു നാട്ടിയിട്ട് ക്രിസ്ത്യൻ പള്ളികളും സ്ഥാപിച്ചു. ഒന്ന് കാണിച്ചു തരും, എണ്ണി കാണിച്ചു തരും. നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് മുഴുവൻ ഹിന്ദു ദേവതകളാണ്, ശിവപ്രതിഷ്ഠകളാണ് കൂടുതലും. സുബ്രഹ്മണ്യ പ്രതിഷ്ഠയുണ്ട്, ദേവീ പ്രതിഷ്ഠ, ശാരദാ പ്രതിഷ്ഠ, ഓംകാര പ്രതിഷ്ഠയാണ്, കണ്ണാടി പ്രതിഷ്ഠയെല്ലാം അവസാനം ചെയ്തിട്ടുള്ളത് ഓംകാരം ലേഖനം ചെയ്തിട്ടുള്ള കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രണവ പ്രതിഷ്ഠയാണത്. അപ്പോൾ ഇതൊന്നും അറിയാതെ വിഡ്ഢികൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഏതെങ്കിലും ഒരു ബൈബിൾ അധിഷ്ഠാനമാക്കിയോ ഖുർആൻ അധിഷ്ഠാനമാക്കിയോ ഏതെങ്കിലും ഒരു കൃതി രചിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഉണ്ടെങ്കിൽ എടുത്തു തരൂ. അദ്ദേഹം രചിച്ചത് മുഴുവൻ നമ്മുടെ വേദങ്ങളും ഇതിഹാസ പുരാണങ്ങളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അനുസരിച്ച് മാത്രം. എത്രയോ കൃതികൾ അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവൈലബിൾ ആയിരിക്കുന്നത് ഏകദേശം 60-നും 70-നും ഇടയ്ക്കുള്ള കൃതികളാണ്. അതെല്ലാം അദ്വൈത തത്വശാസ്ത്രത്തിൽ അടിയുറച്ചുകൊണ്ടുള്ള ഹൈന്ദവ ദേവതകളെ സ്തുതിക്കുന്ന സ്തുതികളും അതുപോലെ തന്നെ ഹൈന്ദവ വേദാന്തം ഉപനിഷത്തുക്കൾ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളുടെ വ്യാഖ്യാനങ്ങളായിട്ടുള്ള കൃതികളും ഹൈന്ദവ ധർമ്മശാസ്ത്രങ്ങൾക്കനുസരിച്ചിട്ടുള്ള ധർമ്മോപദേശങ്ങളും. അപ്പോൾ നാരായണ ഗുരുദേവൻ ഹിന്ദു സന്യാസി അല്ല, അല്ലേ? വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് കേട്ട കുറേ വിഡ്ഢികൾ കൈയടിക്കാനും അതിനനുസരിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ പഠിക്കുക, അപ്പോഴേ അദ്ദേഹത്തെ അറിയാൻ കഴിയുകയുള്ളൂ. അതൊന്നും പഠിക്കാതെ എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കേട്ട് ഛർദ്ദിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ ഇവിടെ വർണ്ണാശ്രമകുലോപേദ, ഈശ്വരന് വർണ്ണമോ ആശ്രമമോ കുലമോ ഒന്നുമില്ല. ഈശ്വരൻ അതിനെല്ലാം അതീതനാണ്, എല്ലാവരുടേതുമാണ് ഈശ്വരൻ. സർവധർമ്മ ബഹിഷ്കൃത, സകല ധർമ്മങ്ങളിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ടവനാണിവൻ എന്ന് നിന്ദാവചനം. വാസ്തവത്തിൽ ഭഗവാന് ധർമ്മങ്ങളൊന്നുമില്ല. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. 3 ലോകത്തിലും അല്പം പോലും കർത്തവ്യമേ ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ധർമ്മം? കർത്തവ്യത്തെ തന്നെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ യാതൊന്നും ചെയ്യാനില്ലാത്തവൻ, സ്വയം ഈ ലോകത്തിന് മുഴുവൻ ആധാരഭൂതനായിരിക്കുന്നവൻ, അങ്ങനെയുള്ളവന് അവൻ സർവധർമ്മത്തിനും അപ്പുറത്താണ്, ബഹിഷ്കൃതനാണ്, പുറത്തു കടന്നിരിക്കുന്നവനാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് തൻ്റെ ഭക്തന്മാരോട് ആഹ്വാനം ചെയ്യുന്നു ഭഗവാൻ. നിങ്ങൾ എല്ലാ ധർമ്മങ്ങളെയും വെടിഞ്ഞ് എന്നിലേക്ക് വരൂ.
അപ്പൊ പിന്നെ ഭഗവാന് ധർമ്മങ്ങളുണ്ടോ? സർവധർമ്മ ബഹിഷ്കൃത സ്വൈരവർത്തി താന്തോമി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ശിശുപാലം പ്രയോഗിച്ചത്. സ്വൈരവർത്തി എന്നുള്ളതിൽ സ്വതന്ത്രൻ, ഭഗവാനെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഭഗവാൻ അനീശ്വരനാണ്. അനീശ്വരൻ എന്ന് പറഞ്ഞാൽ തനിക്ക് മുകളിൽ ഒരു ഈശ്വരൻ ഇല്ലാത്തവൻ, തന്നെ നിയന്ത്രിക്കാൻ ഒരാള് ഇല്ലാത്തവൻ, സ്വൈരവർത്തിയാണ്, യാതൊരു സംശയവും വേണ്ട. ഗുണൈർഹീനഃ, ഒരു ഗുണവും നന്മയുമില്ലാത്തവൻ എന്ന് നിന്ദിച്ചു പറഞ്ഞതാണെങ്കിലും വാസ്തവത്തിൽ ഭഗവാൻ ഗുണാതീതഃ ഗുണൈർഹീനഃ, ത്രിഗുണങ്ങളും സൃഷ്ടിക്കുള്ളതാണ്. ഭഗവാൻ സൃഷ്ടിക്ക് അതീതനാണ്, സൃഷ്ടിക്കപ്പെട്ടവനല്ല ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഈ ത്രിഗുണങ്ങളും ഭഗവാനെ ബാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഈ ഭഗവാൻ, ഈ കൃഷ്ണൻ സപര്യാം കഥമർഹതി, എങ്ങനെ പൂജ അർഹിക്കുന്നു എന്ന് നിന്ദാരൂപത്തിൽ ശിശുപാലൻ ചോദിക്കുന്നു. നമ്മളതിനെ ഭഗവാനെ എങ്ങനെ പൂജിക്കാനാണ് എന്ന് ആശ്ചര്യത്തോടെ ചോദിക്കാം. അതുകൊണ്ട് ഭഗവാനെ പൂജിക്കുന്നതിനേക്കാൾ ഭഗവാന്റെ തത്വം അറിഞ്ഞ് ധ്യാനിച്ച് ഭഗവത് സ്വരൂപികളായി തീരുക. എല്ലാ പൂജകളുടെയും അവസാനം ചെയ്യേണ്ടതും അതുതന്നെയാണ്. ഇനിയും ഭഗവാനെ നിന്ദിക്കുന്നുണ്ട്. നമുക്ക് നാളെ തുടരാം ബാക്കി ഭാഗം. ശിശുപാല വധം, ശിശുപാല മോക്ഷം നാളെ തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭരാത്രി. നാരായണ.